ഈ ഓട്ടോണേറ്റർ ചലഞ്ചസ് ഒരുപക്ഷെ പക്ഷികളോളമോ ചിത്രശലഭങ്ങളോളമോ അല്ലെങ്കിൽ അവയെക്കാളും ഒക്കെ പരിസ്ഥിതി പ്രാധാന്യമുള്ള മറ്റൊരു ജീവവർഗമാണ് ഈ തുമ്പികൾ. പക്ഷെ പക്ഷി നിരീക്ഷകരും ചിത്രശലഭങ്ങളെ ഫോട്ടോ എടുക്കുന്നതും കാണാൻ ഇഷ്ടപ്പെടുന്നവരും ഒക്കെ നമ്മുടെ നാട്ടിൽ ഒരുപാടുണ്ടെങ്കിലും തുമ്പി നിരീക്ഷകർ എന്ന് പറയുന്നത് വളരെ കുറവാണ്. ഈ അവസരത്തില് കുട്ടികളില് തുമ്പി നിരീക്ഷണത്തിനുള്ള താല്പര്യവും അതിനുള്ള പാഠവും ഒക്കെ വികസിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഓർഡിനേറ്റർ ചലഞ്ച് ഓർഗനൈസ് ചെയ്യുന്നത്. 15 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കാണ് ഇതിൽ പങ്കെടുക്കാനാവുക. അപ്പൊ ഇതില് എക്സ്പേർട്സിന്റെ ഓൺലൈൻ ക്ലാസ്സുകൾ ഉണ്ടാവും, അവരോട് ഒന്നിച്ചുള്ള ഫീൽഡ് വിസിറ്റുകൾ ഉണ്ടാവും. അങ്ങനെ ഈ ജൂലൈ 15 മുതൽ ഓഗസ്റ്റ് 15 വരെയുള്ള ഒരു മാസക്കാലം നമുക്ക് പുതിയ പുതിയ ഒരുപാട് അറിവുകൾ ഈ ഒരു പർട്ടിക്കുലർ ഫീൽഡിൽ സമ്പാദിക്കാൻ പറ്റും. അതിനു വേണ്ടിയിട്ട് കുട്ടികൾ പ്രധാനമായിട്ടും നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയും കാര്യങ്ങളാണ്. അതായത് ഈ മഴക്കാലത്ത് ഒരുപാട് തുമ്പികൾ കാണുന്ന സമയമാണ്, നമ്മുടെ ചുറ്റും പാറിക്കളിക്കുന്നുണ്ടാവും. അപ്പോൾ അവയെ നിരീക്ഷിക്കുക, ഫോട്ടോകൾ എടുത്തിട്ട് ഐ നാച്ചുറലിസ്റ്റ് എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് ഉണ്ട്. അപ്പോൾ ആ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യുക. ഈ വെബ്സൈറ്റ് പറയുന്നത് കേട്ടിട്ട് ടെൻഷനൊന്നും അടിക്കേണ്ട, കാരണം അത് ഭയങ്കര ഈസി ആയിട്ടുള്ള ഒരു പരിപാടിയാണ്. നമുക്ക് മൊബൈൽ ആപ്പൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ട് അതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. അപ്പൊ അതിനെക്കുറിച്ചുള്ള ക്ലാസ്, അതെങ്ങനെയാ ചെയ്യേണ്ടതെന്നൊക്കെയുള്ള ക്ലാസ്സുകളും നിങ്ങൾക്ക് ഉടനെ തന്നെ തരുന്നുണ്ടാവും. അതിൽ അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോസ് നമ്മൾ നോക്കിയിട്ട് ഏറ്റവും നല്ല ഫോട്ടോസിന് സമ്മാനങ്ങൾ തരുന്നുണ്ടാവും. അതുപോലെ ഒരു മത്സരം എന്നതിലുപരി ഒരുപാട് പുതിയ കാര്യങ്ങൾ പഠിക്കാനും കുറെ വിദഗ്ധരായിട്ടുള്ള ആൾക്കാരെ പരിചയപ്പെടാനും ഒക്കെ ഉള്ള ഒരു അവസരം എന്ന രീതിയിൽ എല്ലാവരും ഇതിനെ മാക്സിമം ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് എൻ്റെ റിക്വസ്റ്റ്. നമുക്ക് ഇതിനായിട്ടുള്ള ഗ്രൂപ്പ് ഉണ്ട്. അപ്പം നിങ്ങൾക്ക് സംശയങ്ങളും നിങ്ങളുടെ നിരീക്ഷണങ്ങളും ഒക്കെ അതിൽ പങ്കെടുക്കാവുന്നതാണ്. നമ്മൾ വളരെ അല്ലെങ്കിൽ വളരെ ഇന്ററാക്റ്റീവ് ആയിട്ട് ഒരു ഗ്രൂപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് അതിന് വേണ്ടിയിട്ട്. അപ്പം ഇതില് നമ്മൾ ഈ ഓർഡിനേറ്റർ ചലഞ്ചിൽ ആദ്യത്തെ ക്ലാസ് എടുക്കുന്നത് മറ്റാരുമല്ല, നമ്മുടെ VC മാഷാണ്. മാഷിനെ ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് ക്ഷണിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഗ്രൂപ്പിന്റെ രണ്ടാമത്തെ ചാലഞ്ചാണിത്. കുട്ടികൾക്ക് വേണ്ടിയുള്ള ചാലഞ്ചാണ്. നേരത്തെ സ്നേഹ ടീച്ചർ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അതിൽ നമ്മൾ എല്ലാവരും തന്നെ പക്ഷികളെ നിരീക്ഷിക്കുന്നുണ്ടാകാം, ചിത്രശലഭങ്ങളെ നിരീക്ഷിക്കുന്നുണ്ടാകാം, കുറച്ചു പേര് മറ്റ് നമ്മൾ പാറ്റകൾ എന്ന് പറയുന്ന നിശാശലഭങ്ങളെ നിരീക്ഷിക്കുന്നുണ്ടാകാം, അല്ലെങ്കിൽ മറ്റു ചില വണ്ടുകൾ, അതുപോലെ ഒരുപാട് പ്രാണികൾ അല്ലെങ്കിൽ ഷഡ്പദങ്ങളുണ്ട്. പിന്നെ നമ്മൾ പൊതുവെ മറ്റ് വലിയ ജീവജാലങ്ങളെയും നോക്കാറുണ്ട്. സസ്തനികൾ, അതുപോലെ പാമ്പുകൾ, ഉഭയജീവികൾ, പ്രത്യേകിച്ച് തവളകള്, അങ്ങനെയുള്ള ജീവജാലങ്ങളൊക്കെ നിരീക്ഷിക്കാറുണ്ട് പൊതുവെ. കുറച്ചെണ്ണത്തിനെയൊക്കെ നമുക്ക് അറിയാം. അതുപോലെ തന്നെ നമ്മൾ ചെറിയ പ്രായത്തിൽ ഇപ്പോഴുള്ള കുട്ടികളെ രീതി കുറച്ച് വ്യത്യസ്തമായിരിക്കും. പഴയ കാലത്തൊക്കെ ഈ മൊബൈൽ ഫോണൊന്നും ഇല്ലാത്ത സമയത്ത് അല്ലെങ്കിൽ ഇന്റർനെറ്റ് ഇല്ലാത്ത സമയത്ത് ഒക്കെ പല രീതിയിലുള്ള പ്രകൃതിയുമായി ഇടപെട്ട് അല്ല നമ്മുടെ ചുറ്റുപാടിനോട് കൂടുതൽ ഇടപഴകുന്ന രീതിയിലായിരുന്നു നമ്മളെ പല രീതിയിലുള്ള കളികളും ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ നമ്മൾ പലപ്പോഴും ആ കളികൾക്കിടയിൽ തന്നെ തുമ്പികളൊക്കെ പിടിച്ച് നോക്കാറുണ്ടായിരുന്നു. ചിത്രശലഭങ്ങളെ ചിലപ്പോൾ പിടിച്ച് നോക്കാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ളൊരു കൗതുകം നമുക്ക് എല്ലാ കുട്ടികളിലും അല്ലെങ്കിൽ കുട്ടികളുടെ മനസ്സിലുള്ള എല്ലാ ആളുകളിലും ഇത്തരം ചുറ്റുപാടിനെ അറിയാനുള്ള, അല്ല ചുറ്റുപാടിലുള്ള കാര്യങ്ങൾ അറിയാനുള്ള, പ്രത്യേകിച്ച് വർണ്ണപ്പകിട്ടുള്ള ജീവജാതികളെ അറിയാനുള്ള ഒരു കൗതുകം എല്ലാവരിലും ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. അതുവഴി നമ്മൾ നമ്മുടെ ചുറ്റുപാടുള്ള ജീവജാലങ്ങളോടുള്ള ഒരു സ്നേഹത്തിന്റെ അല്ലെങ്കിൽ ഒരു നമ്മൾ അവയോടുള്ള ഒരു അടുപ്പം കൂടി സൂചിപ്പിക്കുന്നതാണ് ഇത്. അപ്പൊ നമുക്ക് ഇന്ന് തുമ്പികളെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനാണ് ഉദ്ദേശിക്കുന്നത്. അതിഗഹനമായ അല്ലെങ്കിൽ സാങ്കേതികമായി കൂടുതൽ സങ്കീർണമായ കാര്യങ്ങൾ ഇവിടെ അധികം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. തുമ്പികൾ എല്ലാവർക്കും അറിയാം. നമ്മളെ നാടൻ രീതിയിൽ നമ്മൾ എവിടെ ചെന്ന് കഴിഞ്ഞാലും, വയൽ പ്രദേശത്തായാലും അല്ലെങ്കിൽ കിണറിലായാലും, വീട്ടിലെ കിണറിലൊക്കെ തുമ്പികൾ ഇങ്ങനെ വട്ടത്തിൽ പറന്ന് കളിക്കുന്ന കാണാം. അതിന്റെ ചില സമയത്ത് വെള്ളത്തിൽ അതിന്റെ ഉദരഭാഗം മുട്ടിക്കുന്നത് കാണാം. അതിലെ വയലിൽ ചെന്ന് കഴിഞ്ഞാൽ, കൈപ്പാടുകളിൽ ചെന്ന് കഴിഞ്ഞാൽ, കുളങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ, കുളത്തിന്റെ കരയിലൊക്കെ ഒരുപാട് ചെറിയ ചെറിയ ചെടികളും അല്ലെ കുളത്തെ ആശ്രയിച്ച് ഒരുപാട് തുമ്പികളും നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അങ്ങനെ അതുപോലെ വയലിന്റെ ഒരു
നമുക്കറിയാം നമ്മുടെ ഒരു സമൃദ്ധിയുടെ ഒരു പ്രതീകമായിട്ടാണ്. നമ്മുടെ അരിയാഹാരമാണ് കൂടുതലായിട്ട് നമ്മൾ കഴിക്കുന്നത്. അതുകൊണ്ട് തന്നെ അന്നം വിളയുന്ന പാടങ്ങളും നമുക്ക് പ്രധാനപ്പെട്ടതാണ്. ആ പാടങ്ങളിലുള്ള ചെറിയ നെല്ലിന് ദോഷകരമാകുന്ന പല ചെറിയ ചെറിയ പ്രാണികളെയൊക്കെ പിടിച്ചു നിന്നതിലും ഇത്തരം തുമ്പികൾ വലിയ പങ്ക് വഹിക്കുന്നത്. അതേപ്പറ്റി കൂടുതൽ പറയാം. അപ്പൊ തുമ്പികളാണ് ഇന്നത്തെ നമ്മുടെ വിഷയം. നെക്സ്റ്റ്, അടുത്ത സ്ലൈഡ്. ഇപ്പൊ തുമ്പികൾ എന്ന് പറയുന്നത് നമുക്കറിയാം വളരെ പഴയ കാലത്ത് ഏകദേശം 325 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ്, അല്ലെങ്കിൽ 3250 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇതിന്റെ ഒരു തുമ്പിയോട് സാദൃശ്യമുള്ള അല്ലെ തുമ്പിയുടെ പൂർവികൻ ഭൂമിയിൽ ആവിർഭവിച്ചിട്ടുണ്ട്. അതിന്റെ ഫോസിൽ തെളിവുകളൊക്കെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അത് വലിയ, നമ്മൾ ഇപ്പോഴും കാണുന്ന തുമ്പികളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഏകദേശം 3/4 മീറ്ററോളം അല്ലെങ്കിൽ 75 സെന്റിമീറ്ററോളം ചിറകളവുള്ള വലിയ തുമ്പി പോലുള്ള ജീവികളായിരുന്നു അന്ന് ഉണ്ടായിരുന്നത്. അതിന്റെ ചിത്രമാണ് ഇവിടെ കാണിച്ചത്. ആദ്യത്തെ 2 ഫോസിൽ ചിത്രങ്ങളാണ്. ഓക്കെ, നമ്മുടെ ഇന്ത്യയിൽ ശാസ്ത്രീയമായ തുമ്പി പഠനം ഒരുപക്ഷെ തുടങ്ങുന്നത് ബ്രിട്ടീഷ് കാലത്താണ്. ബ്രിട്ടീഷ് അല്ലെങ്കിൽ ബ്രിട്ടീഷ് സർക്കാരിലെ ഉദ്യോഗസ്ഥനായിരുന്ന FC ഫ്രേസർ എന്നു പേരുള്ള ഒരാളാണ് ഇന്ത്യയിലെ ഒരുപാട് ജീവജാതികളെ കുറിച്ചും അതുപോലെ തുമ്പികളെ കുറിച്ചും വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് അല്ലെങ്കിൽ വളരെ കാര്യക്ഷമമായി പഠിക്കുകയും അതിന് ആ തുമ്പികളെ കുറിച്ച് 3 വോള്യങ്ങളായിട്ട് വലിയ ഒരു പുസ്തകം എഴുതി വെക്കുകയും ചെയ്തിട്ടുണ്ട്. അതാണ് തുമ്പികളെ പഠിക്കുന്ന, ശാസ്ത്രീയമായി തുമ്പികളെയൊക്കെ പഠിക്കുന്ന ആളുകൾ ആദ്യം ആശ്രയിക്കുന്നത് ഈ പുസ്തകങ്ങളെയാണ്, അല്ലെ ഫ്രേസറുടെ രചനകളെയാണ്. അപ്പൊ ഇതിന് നമ്മള് ചിത്രശലഭ നിരീക്ഷണം അല്ലെ പക്ഷികളെ നിരീക്ഷിക്കുന്ന ബേർഡിംഗ് എന്ന് പറയും. അതുപോലെ ചിത്രശലഭങ്ങളെ നിരീക്ഷിക്കുന്നതിന് ബട്ടർഫ്ലൈയിങ് എന്ന് പറയും. അതുപോലെ തുമ്പികളെ നിരീക്ഷിക്കുന്നതിന് ഓഡിങ് എന്ന വാക്കാണ് സാധാരണ ഉപയോഗിക്കാറ്. അപ്പൊ തുമ്പികളുടെ പഠനത്തിന് നമ്മൾ ഒഡോണേറ്റോളജി എന്നാണ് പറയാറുള്ളത്. അപ്പൊ നമ്മൾ തുമ്പികളെ നമുക്ക് വർഗീകരിച്ചു കഴിഞ്ഞാൽ തുമ്പികൾ നമുക്കറിയാം ഷഡ്പദ വിഭാഗത്തിൽ വരുന്നത്. നമുക്ക് ഭൂമിയിലുള്ള ജന്തുജാതികളെയൊക്കെ വലിയ ജന്തുജാതികളെ തന്നെ ഏകദേശം 35 ഫൈലങ്ങളായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഫൈലങ്ങളിൽ ഒരു ക്ലാസ്സുകളായി തരംതിരിച്ചിട്ടുണ്ട്, വർഗമായി തരംതിരിച്ചിട്ടുണ്ട്. അതിൽ ഒരു വർഗമാണ് അല്ലെ അതിലൊരു ക്ലാസ് ആണ് ഷഡ്പദങ്ങൾ എന്ന് പറയുന്നത്. നമ്മൾ പ്രാണികൾ എന്ന് സാധാരണ മലയാളത്തിൽ പറയുന്ന ഇൻസെക്ട എന്ന് പറയും. ഇൻസെക്ട എന്ന് പറയുന്ന ഗോത്രത്തിലുള്ള, ഇൻസെക്ട എന്ന ക്ലാസ്സിലുള്ള കുറെ ഗോത്രങ്ങളുണ്ട്. ഏകദേശം 28ഓളം ഗോത്രങ്ങളുണ്ട്. ആ 28ഓളം ഗോത്രങ്ങളിൽ ഒന്നാണ് ഒഡോണേറ്റ എന്ന് പറയുന്ന ഗോത്രം. ഗോത്രത്തിന് ഇംഗ്ലീഷിൽ ഓർഡർ എന്നാണ് പറയുക. അപ്പോൾ ആർത്രോപോഡ എന്ന ജന്തുഫൈലത്തിൽ ഇൻസെക്ട എന്ന് പറയുന്ന വർഗത്തിലെ ഒഡോണേറ്റ എന്ന ഗോത്രത്തിലാണ് തുമ്പികൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒഡോണേറ്റ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ വായിൽ പല്ലുള്ളത് എന്നാണ്. നമുക്കറിയാം തുമ്പികളെയൊക്കെ പിടിച്ച് നമ്മൾ കളിച്ചിട്ടുണ്ടാകും. അപ്പൊ ചിലപ്പോൾ ഒരു കൗതുകത്തിന് വേണ്ടി അതിന്റെ വായിലൊക്കെ നമ്മൾ വിരല് വെച്ചിട്ടുണ്ടാകും. അല്ലെങ്കിൽ തുമ്പികളുടെ വാല് പിടിക്കുന്ന സമയത്ത് അത് ഉടല് മടക്കിയിട്ട് അല്ലെങ്കിൽ അതിന്റെ ഉദരഭാഗം മടക്കിയിട്ട് ചിലപ്പോൾ നമ്മൾ ചെറുതായിട്ട് അതിന്റെ വായ്ഭാഗം കൊണ്ട് കടിക്കാറുമുണ്ട്. അപ്പൊ വായിൽ പല്ലുള്ളത് എന്ന അർത്ഥത്തിലാണ് ഈ ഒഡോണേറ്റ എന്ന വാക്ക് വരുന്നത്. നെക്സ്റ്റ്, അതിൽ തന്നെ ഈ തുമ്പികളെ തന്നെ നമ്മൾ 3 ഉപഗോത്രങ്ങളായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അതിൽ അതിന്റെ ശാസ്ത്രീയമായ കാര്യം പറയുന്നില്ലെങ്കിൽ അത് പ്രധാനമായും നമ്മുടെ നാട്ടിൽ കാണുന്ന 2 വിഭാഗത്തിൽപ്പെട്ട തുമ്പികളാണ്. ഒന്ന് കല്ലൻ തുമ്പികൾ എന്ന് പറയും, ഡ്രാഗൺ ഫ്ലൈസ് എന്ന് പറയും. പിന്നെ രണ്ടാമത് നൂല് പോലുള്ള അല്ലെ സൂചി പോലുള്ള നേർത്ത ഉദരഭാഗമുള്ള, നമ്മൾ അതിനെ വാല് എന്നാണ് സാധാരണ പറയാറുള്ളത്, ഉദരഭാഗമാണ്. അപ്പൊ അങ്ങനെയുള്ള 2 വിഭാഗം തുമ്പികളാണ് നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്നത്. ആദ്യത്തേന് ഇംഗ്ലീഷിൽ ഡ്രാഗൺ ഫ്ലൈസ് എന്ന് പറയും. നമ്മുടെ കണ്ണൂർ ഭാഗത്തൊക്കെ അതിനെ അച്ചിക്കണിയാൻ എന്നാണ് പറയാറുള്ളത്. നേരിയ വാലുള്ളതിനെ നമ്മൾ സൂചിക്കണിയാൻ എന്നാണ് സാധാരണ പറയാറുള്ളത്. ഡാംസൽ ഫ്ലൈസ് എന്നാണ് അതിന്റെ ഇംഗ്ലീഷ് വാക്ക്. ഓക്കെ,
നമുക്ക് ലോകത്തിലൊട്ടായി ഏറ്റവും ഒടുവിലത്തെ ഒരു കണക്ക് എടുക്കുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞു തുമ്പികളെ പറ്റിയുള്ള ഒരുപാട് പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കഴിഞ്ഞ ഒരു 5-10 വർഷം മുമ്പ് വരെ നമുക്ക് കേരളത്തിൽ ഏകദേശം 154 തുമ്പികൾ മാത്രമേ ഇതുവരെ നമ്മൾ ആ സമയത്ത് 10 വർഷം മുമ്പ് കണ്ടെത്തിയിരുന്നുള്ളൂ. പക്ഷെ അതിനുശേഷം തുമ്പി പഠനത്തിൽ ധാരാളം അക്കാഡമീഷ്യന്മാരും അല്ലെ ശാസ്ത്രജ്ഞന്മാരായ ആളുകളും അല്ലാത്തവരും തന്നെ തുമ്പി പഠനത്തിൽ ഒരുപാട് സമയം ചെലവഴിക്കുന്ന ഒരുപാട് ആളുകൾ വന്നതിന് ശേഷമാണ് ഇത്തരം പുതിയ ഒരുപാട് തുമ്പികളെ കണ്ടെത്തിയിരിക്കുന്നത്. അപ്പൊ ഇന്ന് ലോകത്തിൽ ഏകദേശം 6324 സ്പീഷീസുകളുണ്ട്. ഏകദേശം 45 കുടുംബങ്ങളിലായിട്ട്. അത് ഏകദേശം 654 ജനുസുകൾ ആണെന്ന് പറയാം. ഇന്ത്യയിൽ ഏറ്റവും ഒടുവിലത്തെ കണക്ക് പ്രകാരം 507 സ്പീഷീസ് ആണ് 19 കുടുംബങ്ങളിലായിട്ട് ഉള്ളത്. പശ്ചിമഘട്ടത്തിൽ അത് 212 സ്പീഷീസ്, അതിൽ 83 സ്പീഷീസ് ഈ പശ്ചിമഘട്ട മേഖലയിൽ കാണുന്ന 212 സ്പീഷീസുകളിൽ 83 സ്പീഷീസുകൾ പശ്ചിമഘട്ട മേഖലയിൽ മാത്രം കാണുന്ന സ്ഥാനികമായ തുമ്പി സ്പീഷീസുകളാണ്, അല്ലെ തുമ്പികളാണ്. അതിനാണ് ഇംഗ്ലീഷിൽ എൻഡമിക് എന്ന് പറയാം. കേരളത്തിൽ ഈ ലേറ്റസ്റ്റ് ഏറ്റവും ഒടുവിലത്തെ കണക്ക് പ്രകാരം 188 സ്പീഷീസ് ആണ് ഉള്ളത് 14 കുടുംബങ്ങളിലായിട്ട്. അതിൽ 74 എണ്ണം പശ്ചിമഘട്ട മേഖലയിൽ മാത്രം കാണാം. ചിലത് കേരളത്തിൽ മാത്രം കാണുന്നുണ്ട്, ചിലത് അതുപോലെ ആ കണ്ടെത്തിയ മേഖലയിൽ മാത്രം ഉള്ള തുമ്പികളും ഉണ്ട്. നെക്സ്റ്റ് നമ്മൾ ഡ്രാഗൺ ഫ്ലൈ, ഡാംസൽ ഫ്ലൈ എന്ന് പറയുന്ന വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കല്ലൻ തുമ്പികളും അതുപോലെ സൂചിത്തുമ്പികളും അല്ലെങ്കിൽ അച്ചിക്കണിയാനും സൂചിക്കണിയാനും തമ്മിലുള്ള വ്യത്യാസം. ഒന്ന് കുറച്ച് വലിപ്പം കൂടുതലായിരിക്കും കല്ലൻ തുമ്പികൾക്ക്, അല്ലെങ്കിൽ നമ്മൾ അച്ചിക്കണിയാൻ എന്ന് പറയുന്ന അല്ലെ ഡ്രാഗൺ ഫ്ലൈക്ക്. ചിറക് വെക്കുന്ന രീതി, ചിറക് സ്പ്രെഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ വിരിച്ചിട്ടാണ് ഫസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ വിശ്രമിക്കുക. സൂചിത്തുമ്പികളാണെങ്കിൽ ചിറക് രണ്ടും ചേർത്ത് വെച്ചിട്ടായിരിക്കും ഇരിക്കുക. അങ്ങനെയുള്ള ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഒന്ന് നമ്മൾക്ക് തുമ്പികളെ പറ്റി നോക്കുന്ന സമയത്ത് തുമ്പികൾക്ക് എല്ലാ ഷഡ്പദങ്ങൾക്കും ഉള്ള പോലെ തന്നെ തല, ഉരസ്, ഉദരം, ഹെഡ്, തൊറാക്സ്, അബ്ഡമൻ, അങ്ങനെ 3 ഭാഗങ്ങൾ കാണാം. അതില് തലയിൽ 2 വലിയ കണ്ണുകൾ കാണാം. വലിയ കണ്ണുകൾ എന്ന് പറയുന്നത് 100 കണക്കിന് സാധാരണ ഒരു 100 കണക്കിന് കണ്ണുകൾ ചേർന്ന സംയുക്ത നേത്രങ്ങളാണ്, അല്ലെ കോമ്പൗണ്ട് ഐസ് ആയിരിക്കും ഉണ്ടാവുക. അത് അതിന്റെ ആ 2 കണ്ണുകൾ തമ്മിലുള്ള ഒരു അകലം, അല്ലെ 2 കണ്ണുകൾ ശരീരത്തിൽ ചേർത്ത് വെച്ചിരിക്കുന്നത് ഈ കല്ലൻ തുമ്പികളിലും സൂചിത്തുമ്പികളിലും കുറച്ചും കൂടി വ്യത്യസ്തമായിട്ടായിരിക്കും. ഞാൻ അതിന്റെ ചിത്രം കാണിക്കാം. ഇതാണ് കല്ലൻ തുമ്പിയുടെ തലയുടെ ഒരു ക്ലോസപ്പ് ആണ്. അതിന്റെ കണ്ണുകൾ കാണാം 2 രീതിയിൽ. വലിയ ഒരുപാട് 100 കണക്കിന് ലെൻസുകൾ, അല്ലെ 100 കണക്കിന് സിമ്പിൾ ഐസ്, സാധാരണ കണ്ണുകളുള്ള അല്ലെ ചെറു നേത്രങ്ങൾ ചേർത്ത് വെച്ച വലിയ കോമ്പൗണ്ട് ഐസ് അല്ലെങ്കിൽ സംയുക്ത നേത്രങ്ങളാണ് ഈ കല്ലൻ തുമ്പികൾക്കും സൂചിത്തുമ്പികൾക്കും ഉള്ളത്. കല്ലൻ തുമ്പിയുടെ രീതി ഇങ്ങനെയായിരിക്കും, തലയുടെ ഈ ഒരു സ്റ്റൈല്. അടുത്തത് സൂചിത്തുമ്പികളാണെങ്കിൽ ഇതുപോലെ 2 കണ്ണുകളും തമ്മിലുള്ള ഒരു അകൽച്ചയുണ്ടാകും. രണ്ടും അടുത്തടുത്തായിരിക്കില്ല വരിക. വായുടെ ഭാഗം അല്ലെ തലയുടെ ഭാഗം, തലയുടെ 2 സൈഡിലുമായിട്ട് നമ്മളെ തവളകൾക്കുള്ള പോലെ കുറച്ചും കൂടി പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന രീതിയിലായിരിക്കും ഈ സൂചിത്തുമ്പികളുടെ കണ്ണുകൾ നമുക്ക് കാണാൻ കഴിയുക. അതുപോലെ ചിറകുകളും ഇതുപോലെ ചെറിയ വ്യത്യാസം ഉണ്ടായിരിക്കും. ആ ചിറകില് ഇവിടെ നിങ്ങൾക്ക് ആ ചിറകിന്റെ അറ്റത്ത് ഒരു കറുത്ത പാട് കാണാം. അത് ടീറോസ്റ്റിഗ്മ എന്നാണ് പറയുക. പിന്നെ അതുപോലെ അതിലെ വെനേഷൻ അല്ലെങ്കിൽ അതിന്റെ ഞരമ്പുകളുടെ ഡിസൈനൊക്കെ വ്യത്യസ്തങ്ങളായിരിക്കും. ഈ ഡിസൈനും അതുപോലെ ടീറോസ്റ്റിഗ്മ എന്ന് പറയുന്ന ഈ പൊട്ടിന്റെ സ്ഥാനവും നമ്മൾ തുമ്പികളെ തിരിച്ചറിയുന്നതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇത് ഡാംസൽ ഫ്ലൈസിൽ അല്ലെങ്കിൽ സൂചിത്തുമ്പികളുടെ ചിറകിന്റെ ഒരു രീതിയാണ്. അതിലും വെനേഷൻ വ്യത്യസ്തമായിരിക്കും. അതിനും തെറ്റുപോയതാണ് തോന്നുന്നു. ഓക്കെ, ഹലോ. ഓക്കെ, പക്ഷേ കേൾക്കുന്നുണ്ട്. ഓക്കെ, കണ്ടിന്യൂ ചെയ്യാം. പ്രസന്റേഷൻ വന്നു. അതിനിടയിൽ എന്റെ നെറ്റ് പോയതാണോ അല്ല വേറെ എന്തെങ്കിലും പ്രശ്നമാണോ എന്ന് മനസ്സിലായിട്ടില്ല. ഓക്കെ,
കേൾക്കാമോ? കേൾക്കാം. ഓക്കെ തുടരാം. അപ്പൊ നമ്മുടെ ഡാംസൽ ഫ്ലൈസ് അല്ലെങ്കിൽ സൂചിത്തുമ്പികളുടെ ചിറകും കല്ലൻ തുമ്പികളുടെ ചിറകും തമ്മിലുള്ള വ്യത്യാസത്തെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നെക്സ്റ്റ് ഓടിച്ചു പോകാം. അതുപോലെ സാധാരണ നമുക്ക് തുമ്പികൾക്ക് കാലുകൾ കാണാം. ആ കാലുകൾ ഇരയെ പിടിക്കാൻ വേണ്ടി ബാസ്ക്കറ്റ് പോലെ അല്ലെങ്കിൽ കൂട്ട പോലെ ആക്കിയിട്ടാണ് സാധാരണ പറക്കുന്ന സമയത്ത് തന്നെ ഇര പിടിക്കുക. അപ്പം ഒരു പക്ഷേ ലോകത്തിൽ തന്നെ ആദ്യത്തെ പറക്കുന്ന ഇരപിടിയൻ ഷഡ്പദമായിട്ടും നമുക്ക് തുമ്പികളെ വിശേഷിപ്പിക്കാം. സാധാരണ അതിന്റെ ഉദരഭാഗമാണെങ്കിൽ ഉരസിലാണ് കാലുകൾ ഉണ്ടാവുക, 3 ജോഡി കാലുകൾ. ഉദരഭാഗത്ത് ആണ് നമ്മൾ നീളത്തിൽ കാണുന്നത്. അതിന് 10 ഖണ്ഡങ്ങൾ ഉണ്ടായിരിക്കും. ഓക്കെ, അടുത്തത് പിന്നെ നമ്മള് സാധാരണ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു കല്ലൻ തുമ്പികളും സൂചിത്തുമ്പികളും തമ്മിലുള്ള വ്യത്യാസം. ഒന്ന് കല്ലൻ തുമ്പികളാണ് ഇരിക്കുമ്പോൾ ചിറകുകൾ തുറന്നു പിടിച്ചിരിക്കും. സൂചിത്തുമ്പികളാണെങ്കിൽ ചിറകുകൾ അടച്ച് ഉദരത്തിന് സമാന്തരമായിട്ടായിരിക്കും സാധാരണ ഇരിക്കുക. പിന്നെ പിൻചിറകുകളുടെ തുടക്ക ഭാഗങ്ങൾ കുറച്ച് വീതിയുള്ളതായിരിക്കും ഡ്രാഗൺ ഫ്ലൈസിൽ. എല്ലാ ചിറകുകളുടെയും തുടക്കഭാഗം വീതി കുറഞ്ഞതായിരിക്കും സൂചിത്തുമ്പികളിൽ. അതുപോലെ തന്നെ കല്ലൻ തുമ്പികൾ നേരത്തെ പറഞ്ഞ പോലെ ഉരസും ഉദരവും കുറച്ച് തടിച്ചതായിരിക്കും, സ്റ്റൗട്ടായിരിക്കും. മറ്റേത് കുറച്ചും കൂടി മെലിഞ്ഞതായിരിക്കും. പിന്നെ കണ്ണുകൾ തമ്മിൽ ചേർന്നിരിക്കും, നമ്മൾ നേരത്തെ കണ്ടു. അതുപോലെ കൂടുതൽ ദൂരം പറക്കാൻ ആവശ്യമായ രീതിയിലുള്ള ബലമുള്ള ചിറകുകളായിരിക്കും ഡ്രാഗൺ ഫ്ലൈസിന് അല്ലെങ്കിൽ കല്ലൻ തുമ്പികൾക്ക് ഉണ്ടാവുക. നെക്സ്റ്റ് നമ്മൾ തുമ്പികൾ നേരത്തെ സൂചിപ്പിച്ചു കഴിഞ്ഞപ്പോഴും വെള്ളം ആവശ്യമാണ് തുമ്പികൾക്ക് ബ്രീഡ് ചെയ്യുന്നത്. തുമ്പികളുടെ പ്രജനനം നടക്കാൻ അല്ലെ തുമ്പികളുടെ മുട്ടയിട്ടതിന് ശേഷം മുട്ടകൾ വെള്ളത്തിൽ ആണ് ഇടുന്നത്. അതിൽ വെള്ളത്തിലുള്ള മുട്ട വിരിഞ്ഞിറങ്ങുന്ന തുമ്പികളുടെ ലാർവകൾ നയാഡ്സ് എന്ന് പറയും, അല്ലെങ്കിൽ നിംഫ് എന്ന് പറയും. അത് അവരുടെ ചിത്രങ്ങൾ പിന്നീട് കാണിച്ചു തരാം. നെക്സ്റ്റ് അല്ലെങ്കിൽ സൂചിത്തുമ്പിയാണെന്ന് അല്ലെ തുമ്പിയാണെന്ന് തെറ്റിദ്ധരിക്കുന്ന ചില നമ്മുടെ ചുറ്റുവട്ടത്തുണ്ട്. അതിലൊന്നാണ് നമ്മൾ ആൻലയൺ എന്ന് പറയുന്ന, ഒരുപക്ഷെ കുഴിയാനത്തുമ്പി എന്നൊക്കെ പറയുന്ന, മലയാളത്തിൽ കുഴിയാനത്തുമ്പി, ചില സ്ഥലത്ത് ആനത്തുമ്പി എന്നൊക്കെ പറയുന്ന ഈ ഒരു ജീവി. പക്ഷെ ഇതിന് നമുക്ക് ശ്രദ്ധിച്ചാൽ ഇതിന് പ്രകടമായ ആന്റിന ഉണ്ടായിരിക്കും. സാധാരണ തുമ്പികൾക്ക് വളരെ ചെറിയ ആന്റിന മാത്രമേ ഉണ്ടാവുള്ളൂ. കൂടാതെ അതിന്റെ ലാർവകൾ മണ്ണിലാണ് വളരുന്നത്. ഇത് വേറെ ഒരു ഗോത്രത്തിൽ വരുന്നതാണ്. നമ്മൾ തുമ്പികൾ എന്ന് പറയുന്നത് ഒഡോണേറ്റ എന്ന് പറയുന്ന വായിൽ പല്ലുള്ളത് എന്ന അർത്ഥത്തിലുള്ള ഗോത്രത്തിലാണ്. ഇത് ന്യൂറോപ്റ്റിറ എന്ന് പറയുന്ന ഗോത്രത്തിൽ ഉൾപ്പെട്ട ജീവജാതികളാണ്. ഈ ആൻലയൺസ് എന്ന് പറയുന്ന അതിന്റെ ഒരുപാട് സ്പീഷീസുകൾ നമുക്ക് കാണാം. ഈ ചിത്രത്തിൽ കാണുന്ന 2 തരം ആൻലയൺസിനെ നമ്മൾ കാണാറുണ്ട്. അപ്പൊ ഇതിന്റെ ഈ ആൻലയൺ എന്ന് പറയുന്ന ജീവിയുടെ ലാർവയാണ് കുഴിയാന എന്ന് പറയുന്നത്. അത് അല്ലാതെ തുമ്പിയുടെ ലാർവയല്ല കുഴിയാന. ചില പുസ്തകങ്ങളിലും സിനിമകളിലൊക്കെ അങ്ങനെയുള്ള തെറ്റായ വിവരങ്ങൾ മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് അതുപോലെ ഇതും അതേ ന്യൂറോപ്റ്റിറ എന്ന് പറയുന്ന ഗോത്രത്തിൽ വരുന്ന മറ്റൊരു ഷഡ്പദമാണ്. കണ്ടാല് തുമ്പിയോട് സാദൃശ്യം ഉണ്ടായിരിക്കും. ഇതിന് കുറച്ചും കൂടി വലിയ നീണ്ട അറ്റത്ത് ക്ലബ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അറ്റത്ത് മൊട്ടുള്ള രീതിയിലുള്ള വലിയ ആന്റണി ആയിരിക്കും ഉണ്ടാവുക. ഇവ അറിയപ്പെടുന്നത് ഔൾ ഫ്ലൈസ് എന്നാണ്. ഔൾ ഫ്ലൈ എന്നാണ് ഇവ അറിയപ്പെടുന്നത്. അതിന്റെ കുറെ സ്പീഷീസ് നമ്മുടെ നാട്ടിൽ കാണാറുണ്ട്. നെക്സ്റ്റ് അതുപോലെ തുമ്പികൾ നേരത്തെ പറഞ്ഞു, പ്രാണിഭോജികളായ ജീവജാതികളാണ് തുമ്പികൾ. അതുകൊണ്ട് തന്നെ നമ്മളെ കൃഷിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു നെൽവയലിനെ സംബന്ധിച്ചിടത്തോളം നെൽവയലുകളിലുള്ള അല്ലെങ്കിൽ കൃഷിയിടത്തിലുള്ള ഒരുപാട് കൃഷിക്ക് അപകടം ചെയ്യുന്ന ഒരുപാട് ഷഡ്പദ വിഭാഗത്തിൽപ്പെട്ട കീടങ്ങളെ തിന്നുകൊണ്ട് അവയെ നശിപ്പിക്കുന്ന രീതിയിൽ അല്ലെ അവയെ കൺട്രോൾ ചെയ്യുന്നതിന് സഹായിക്കുന്ന ജീവജാതികളാണ് തുമ്പികൾ. അതുപോലെ തന്നെ ഇവയുടെ പ്രാധാന്യം എന്ന് പറയുന്നത് നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് പിന്നീട്. വളരെ പാരിസ്ഥിതികമായി വളരെയേറെ ഒരുപാട് ധർമ്മങ്ങൾ നിറവേറ്റുന്ന ജീവജാതികളാണ് തുമ്പികൾ എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ഒരു പലതരത്തിലുള്ള ഇൻസെക്ട് ഷഡ്പദ കീടങ്ങളെ കൺട്രോൾ ചെയ്യുന്നതിന് സഹായിക്കുന്നു.
അതുപോലെ തന്നെ പ്രത്യേകിച്ച് ഇതിന്റെ ലാർവകൾ, വെള്ളത്തിൽ കാണുന്ന ഇതിന്റെ തുമ്പികളുടെ ലാർവകളെല്ലാം തന്നെ കൊതുകിന്റെ കൂത്താടികളെ നല്ലതുപോലെ കൺട്രോൾ ചെയ്യുന്നത്. കൊതുകിന്റെ കൂത്താടികളാണ് പ്രധാനമായും ഇവ ഭക്ഷിക്കുന്നത്. ഞാൻ മുമ്പ് ഇതിന്റെ ഒരു പഠനത്തിന്റെ ആവശ്യത്തിന് വേണ്ടി സാധാരണ ഫിഷ് ടാങ്കിൽ ഇതുപോലുള്ള ഡ്രാഗൺ ഫ്ലൈസിന്റെ ലാർവകളെ എടുത്തു വെച്ചിട്ട് അതിന് ദിവസേന കൊതുകിന്റെ കൂത്താടികളെ ഇട്ട് കൊടുത്തിട്ടായിരുന്നു. ഒരു 2 ആഴ്ചയോളം അതിൽ പ്രശ്നമില്ലാതെ വളർന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കൊതുകിന്റെ പകൽ പുറത്തിറങ്ങുന്ന കൊതുകിനെയും അതുപോലെ തന്നെ നമ്മളെ ഡെങ്കിപ്പനിക്ക് കാരണമാകുന്ന ടൈഗർ മോസ്കിറ്റോസിനെല്ലാം കൺട്രോൾ ചെയ്യുന്നതിൽ ഈ നമ്മളെ പകൽ വളരെ കൂടുതലായിട്ട് വയൽ പ്രദേശങ്ങളിലൊക്കെ കാണുന്ന തുലാത്തുമ്പികൾ എന്ന് പറയുന്ന തുമ്പികളും മറ്റ് തുമ്പികളും ഒരുപാട് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചില തുമ്പികളെ നമ്മൾ ഡിച്ച് ജ്വൽ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ചങ്ങാതി തുമ്പി എന്ന് മലയാളത്തിൽ പേര് കൊടുത്തിരിക്കുന്ന തുമ്പികൾ പൊതുവെ കുറച്ചും കൂടി കണ്ടാമിനേറ്റഡ് വാട്ടർ, അതിന്റെ പേരും അതിനെ സൂചിപ്പിക്കുന്നതാണ്. കുറച്ചും കൂടി അഴുക്ക് വെള്ളത്തിലാണ് ഈ തുമ്പികൾ ബ്രീഡ് ചെയ്യുന്നത്. ഈ ചങ്ങാതി തുമ്പി എന്ന് പറയുന്ന തുമ്പി ബ്രീഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്കറിയാം തുമ്പികൾ എപ്പോഴും വെള്ളത്തിന്റെ അടുത്താണ് സഞ്ചരിക്കുന്നത്. അതിനൊരു കഥയുണ്ട്, ഒരു ജാപ്പനീസ് കഥയാണ്. അതായത് പണ്ട് മിന്നാമിനുങ്ങും തുമ്പിയും സുഹൃത്തുക്കളായിരുന്നു, ചങ്ങാതിമാരായിരുന്നു. അപ്പൊ ഇവര് ഒരു ദിവസം രണ്ടാളും ഒരുമിച്ച് നടക്കുന്ന സമയത്ത് പകല് കുറെ നടന്നു. അപ്പോൾ ഭയങ്കരമായ ദാഹം തോന്നി. പക്ഷെ ദാഹിക്കുന്ന സമയത്ത് ഇവർക്ക് പുറത്തിറങ്ങിയിട്ട് അല്ലെങ്കിൽ പരസ്യമായി പുറത്തിറങ്ങിയിട്ട് വെള്ളം കുടിക്കാനുള്ള ഒരു ധൈര്യം ഉണ്ടായിരുന്നില്ല. കാരണം ഇവരെ ആരെങ്കിലും പിടിച്ചു തിന്നുമോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വൈകുന്നേരം ആകുന്നത് വരെ കാത്തു നിന്നു. അപ്പൊ വൈകുന്നേരം ആയ സമയത്ത് ഈ തുമ്പിയും മിന്നാമിനുങ്ങും ഒരു തോട്ടിന്റെ കരയിലേക്ക് വെള്ളം കുടിക്കാനായിട്ട് പോയി. ആദ്യം റാന്തല് അല്ലെങ്കിൽ ഒരു വിളക്ക് മിന്നാമിനുങ്ങ് കയ്യിൽ പിടിച്ച് തുമ്പിയുടെ കയ്യിൽ കൊടുത്തുകൊണ്ട് വെള്ളത്തിലേക്ക് ഇറങ്ങി വെള്ളം കുടിച്ചു. പിന്നെ രണ്ടാമത് തുമ്പി വെള്ളം കുടിക്കാൻ സമയത്ത് വിളക്ക് മിന്നാമിനുങ്ങിന്റെ കയ്യിലായിരുന്നു. തുമ്പി വെള്ളം കുടിക്കുന്ന സമയത്ത് മിന്നാമിനുങ്ങി വിളക്ക് കൊടുത്ത് അവിടുന്ന് ഈ ചങ്ങാതിയെ ചതിച്ച് പോവുകയാണ് ഉണ്ടായത്. അങ്ങനെയാണ് മിന്നാമിനുങ്ങിന് വെളിച്ചം അല്ലെങ്കിൽ വിളക്ക് കിട്ടുന്നതും തുമ്പികൾ എപ്പോഴും ഇരുട്ടിൽ തപ്പി നടക്കുന്നത് പോലെ വെള്ളക്കെട്ടുള്ള പ്രദേശങ്ങളിൽ അല്ലെ പുഴയോരത്തും വെള്ളമുള്ള പ്രദേശങ്ങളിലൊക്കെ തപ്പി നടക്കുന്നതെന്നാണ് ഈ കഥ പറയുന്നത്. ജീവിതചക്രം നമുക്കറിയാം. ചിത്രശലഭങ്ങളൊക്കെ നമ്മൾ ഒരുപാട് നിരീക്ഷിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ കുറെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കും. ചിത്രശലഭങ്ങൾക്ക് സമ്പൂർണ്ണ പരിണാമം അല്ലെങ്കിൽ സമ്പൂർണ്ണ പരിണാമദശയാണ് ഉണ്ടാവുക. കംപ്ലീറ്റ് ലൈഫ് സൈക്കിളാണ്, അല്ലെങ്കിൽ കംപ്ലീറ്റ് മെറ്റമോർഫോസിസ് എന്ന് പറയും ശാസ്ത്രീയമായിട്ട്. ഇതിനാണെങ്കിൽ 3 ഘട്ടങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. മുട്ട കഴിഞ്ഞിട്ട് ലാർവകൾ, പിന്നെ ചിത്രശലഭങ്ങൾക്കുള്ളതുപോലെ എന്തുണ്ടാവില്ല, പ്യൂപ്പൽ സ്റ്റേജ് ഉണ്ടാവില്ല. മുട്ട കഴിഞ്ഞിട്ട് നേരത്തെ പറഞ്ഞ ലാർവകൾ കഴിഞ്ഞ് ആ ലാർവയിൽ നിന്ന് നേരിട്ട് അതിന്റെ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും അതിന്റെ പുറംതൊലി മാറ്റുന്നുണ്ട്, മോൾട്ട് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഉറയു വരുന്നുണ്ട്. അതിനുശേഷം പൂർണ്ണ വളർച്ചയെത്തിയ ജീവിയായിട്ടാണ് പിന്നീട് പൂർണ്ണ വളർച്ചയെത്തിയ തുമ്പിയായിട്ടാണ് പരിണമിച്ച് ഉണ്ടാകുന്നത്. 3 ഘട്ടങ്ങൾ മാത്രമാണ് ഈ തുമ്പികളുടെ ലൈഫ് സൈക്കിളിൽ ഉണ്ടാവുക. നെക്സ്റ്റ്. ഇതാണ് തുമ്പികളുടെ, കല്ലൻ തുമ്പികളുടെ ഒരു ലൈഫ് സൈക്കിളിന്റെ ഒരു ഇലസ്ട്രേഷൻ ആണ്. മുട്ട മിക്കവാറും ഒരു അതായത് നമ്മളെ ഒരു ദീർഘ വൃത്താകൃതിയിലോ അങ്ങനെയായിരിക്കും ഡ്രാഗൺ ഫ്ലൈസിന്റെ മുട്ടകൾ സാധാരണ കണ്ടുവരുന്നത്. അല്ലെങ്കിൽ കുറച്ചും കൂടി ഉരുണ്ട രീതിയിലായിരിക്കും മുട്ടകൾ കണ്ടുവരുന്നത്. ആ മുട്ടകൾ വിരിഞ്ഞിട്ടുണ്ടാകുന്ന ഈ ഒരു ജീവിയെ നിങ്ങൾ സൂക്ഷിച്ചു നോക്കിയാൽ കുളത്തിന്റെ കരയിലൊക്കെ കാണാം, അല്ലെങ്കിൽ നെല്ലിൻ തലപ്പുകളിലൊക്കെ, നെല്ലിന്റെ കുറ്റിയിലൊക്കെ പിടിച്ച് ഇരിക്കുന്നത് കാണാം. അപ്പോൾ ഇതാണ് അതിന്റെ ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത്, ഡ്രാഗൺ ഫ്ലൈസ്. ഡാംസൽ അതിന്റെ നെക്സ്റ്റ്. ഇതാണ് ഈ ഒരു ജീവികളാണ് നമ്മൾ ഡ്രാഗൺ ഫ്ലൈസിന്റെ ലാർവയായിട്ട്. ഇത് അവസാനത്തെ മൂന്നാമത്തെ എക്സൂവിയ എന്ന് പറയും. അത് ഉറയൂരി പോയിരുന്ന ഒരു ഓട് മാത്രമാണ്. അത് ഈ പുല്ലിന്റെ തണ്ടിൽ ഇങ്ങനെ പറ്റിപ്പിടിച്ചിട്ട് അതിൽ അന്ന് മിക്കവാറും സന്ധ്യാസമയത്തൊക്കെയാണ് സാധാരണ ഡ്രാഗൺ ഫ്ലൈസ് ഈ വിരിയുന്നത്. അല്ലെങ്കിൽ ഡാംസൽ ഫ്ലൈസ് ഒക്കെ പകലും ചില സമയത്ത് വെയിലുള്ള സമയത്തൊക്കെ, വെയിൽ മങ്ങിയ സമയത്തൊക്കെ വരും. ചില വളരെ അപൂർവമായിട്ടുള്ള ചില ഡ്രാഗൺ ഫ്ലൈസ് രാത്രിയൊക്കെ വിരിയുന്നതായിട്ടും പറയുന്നുണ്ട്. നെക്സ്റ്റ്. ഇത് ഡ്രാഗൺ ഫ്ലൈസിന്റെ മുട്ടയാണ്. നമ്മളെ നാട്ടിൽ കാണുന്ന കിണർത്തുമ്പി എന്ന് പറയുന്ന, കുള്ളൻ തുമ്പി എന്ന് പറയുന്ന, പിഗ്മി സ്കിമ്മർ എന്ന് ഇംഗ്ലീഷ് പറയുന്ന ഒരു
മുട്ടയാണ്. ഇത് മുമ്പ് മൂന്നാറിലോ സൈലന്റ് വാലിയിൽ വെച്ചിട്ട് എടുത്തതാണ്. മുട്ടയിടുന്ന സമയത്ത് ഒരു ചെടിയുടെ കുറ്റിയുടെ മേലെ ഇട്ട മുട്ടകളാണ്. അപ്പൊ അത് ഏകദേശം ദീർഘ ഗോളാകൃതിയിലായിരിക്കും സാധാരണ ഈ മുട്ടകൾ കാണാം. നെക്സ്റ്റ്, ഇത് നമ്മുടെ പീലിത്തുമ്പി എന്ന് പറയുന്ന ന്യൂറോബേസിസ് ചൈനൻസിസ് എന്ന പേരുള്ള നമ്മളെ സ്ട്രീം സൈഡിൽ കാട്ടിലുള്ള അരുവികളിൽ വളരെ സാധാരണമായി കാണുന്ന അതിന്റെ ആദ്യത്തെ അത് പെൺതുമ്പിയാണ്, രണ്ടാമത്തെ ആൺതുമ്പിയാണ്. അതിന്റെ മുട്ടയാണ് ഇത്. മുട്ട നമ്മളെ ഈ മൈക്കാനിയ എന്ന് പറയുന്ന ധൃതരാഷ്ട്ര പച്ചയുടെ ഒരു വേര് ആ വെള്ളത്തിലേക്ക്, ഇത് പൊട്ടിവീർന്ന് എടുത്ത ചിത്രമാണ്. വേര് വെള്ളത്തിലേക്ക് വരുന്നത്, അതിൽ ആ വേര് വെള്ളത്തിൽ ഉള്ള വേരുകളിൽ ഇട്ട മുട്ടകളാണ് ഇത്. നെക്സ്റ്റ്, അപ്പോൾ ഇങ്ങനെയാണ് ഡാംസൽ ഫ്ലൈസ് അല്ലെങ്കിൽ സൂചിത്തുമ്പികളുടെ ലൈഫ് സൈക്കിൾ ഉണ്ടാവുക. അതിന്റെ ലാർവകൾ കുറച്ചും കൂടി വ്യത്യാസമായിരിക്കും. നമ്മള് കുറച്ചും കൂടി നേർത്തതായിരിക്കും. ഒരു ചെമ്മീന്റെ കുട്ടിയുടെയൊക്കെ ഒരു അപ്പിയറൻസ് ഉണ്ടായിരിക്കും അതിന്. നെക്സ്റ്റ്, ഇതുപോലെയാണ് സൂചിത്തുമ്പികളുടെ ലാർവകൾ ഉണ്ടാവുക. നേരത്തെ കണ്ടത് കുറച്ചും കൂടി ഇത്ര നീളമില്ലാത്ത കുറച്ചും കൂടി വലിപ്പമുള്ള ലാർവകളെയാണ് നമ്മൾ ഡ്രാഗൺ ഫ്ലൈസിന്റെ കാര്യത്തിൽ അല്ലെ കല്ലൻതുമ്പികളുടെ കാര്യത്തിൽ നമ്മൾ കണ്ടത്. നെക്സ്റ്റ്, ഇത് ഈ പറയുന്ന ന്യൂറോബേസിസ് ചൈനൻസ് എന്ന പീലിത്തുമ്പിയുടെ ഒരു ലാർവയുടെ ചിത്രമാണ്. ഇത് ഒഡോണേറ്റ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന വെബ്സൈറ്റിൽ നിന്ന് എടുത്ത ഒരു ചിത്രമാണ്. നെക്സ്റ്റ്, ഒരു ഡാംസൽ ഫ്ലൈ അതിന്റെ ലാർവയിൽ നിന്ന് പുറത്തേക്ക് പൂർണ്ണ വളർച്ചയെത്തിയിട്ട് പുറത്തേക്ക് വരുന്ന ദൃശ്യമാണ്. പുറത്ത് വരുന്ന സമയത്ത് അതിന് വലിയ വർണ്ണപ്പകിട്ടൊന്നും ഉണ്ടാവില്ല, അല്ലെ കളറൊന്നും ഉണ്ടാവില്ല. പിന്നീട് കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം കുറച്ചുകൂടി സമയം കഴിഞ്ഞതിന് ശേഷമായിരിക്കും അതിന്റെ പൂർണ്ണ വളർച്ചയെത്തിയ ഒരു ജീവിയുടേതായിട്ടുള്ള വർണ്ണ അല്ലെങ്കിൽ നിറങ്ങളൊക്കെ വരുന്നത്. നെക്സ്റ്റ്, നേരത്തെ പറഞ്ഞ പോലെ ഡ്രാഗൺ ഫ്ലൈൻ്റെ നിംഫാണ്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വയലുകളിലും കുളങ്ങളിലൊക്കെ സാധാരണ കാണാറുണ്ട്. വയലിൽ ഇത് സാധാരണ കിട്ടുകയാണെങ്കിൽ നമ്മൾ ഈ തോർത്തിന്റെ കഷ്ണത്തോണ്ടെല്ലാം മീൻ പിടിക്കാറുണ്ടല്ലോ, ചെറിയ മീനുകൾ പിടിക്കുക. ആ സമയത്ത് തോർത്തിലൊക്കെ വന്നുപെടുന്ന ജീവികളാണ്. നെക്സ്റ്റ്, ഇത് നമ്മുടെ മതിൽ തുമ്പി എന്ന് പറയുന്ന ഗ്രാനൈറ്റ് ഗോസ്റ്റ് എന്ന് ഇംഗ്ലീഷിൽ പേരുള്ള തുമ്പി വിരിയുന്ന ദൃശ്യങ്ങളാണ്. നെക്സ്റ്റ്, ഇത് നേരത്തെ പറഞ്ഞതുപോലെ ഈ തുമ്പിയുടെ ലാർവ വിരിഞ്ഞതിന് ശേഷമുള്ള ഭാഗത്തെയാണ് നമ്മൾ തുമ്പി ലാർവയുടെ ഓട് എന്ന് പറയാം. അതിന് ഇംഗ്ലീഷിൽ എക്സോവി ആണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ്, അതുപോലെ തുമ്പികളിൽ ചിത്രശലഭങ്ങളിലും അല്ലെ മറ്റ് പല ജീവികളിലും ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും വേറെ വേറെ നിറങ്ങൾ അല്ലെങ്കിൽ ചെറിയ വലിപ്പത്തിലുള്ള വ്യത്യാസങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇപ്പൊ തവളകളാണെങ്കിൽ മിക്കവാറും ചെറുത് ആൺതവളകളായിരിക്കും. അതുപോലെ പല ഷഡ്പദങ്ങളിലും ഇതുപോലുള്ള വ്യത്യാസമുണ്ട്. അതുപോലെ നമ്മുടെ തുമ്പികളിലും ഇതുപോലുള്ള വലുപ്പത്തിലും നിറത്തിലും ഒക്കെയുള്ള വ്യത്യാസം നമുക്ക് കാണാൻ പറ്റും. ആണും പെണ്ണും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് പ്രകടമായ വ്യത്യാസം ചിലപ്പോൾ കാണാൻ പറ്റും. ചില സമയത്ത് വിരിഞ്ഞ് അധികം വളർച്ചയെത്താത്ത തുമ്പികളാണെങ്കിൽ അല്ലെങ്കിൽ അധിക ദിവസം കഴിയാത്ത തുമ്പികളാണെങ്കിൽ അതിന് ടനറൽ എന്ന് പറയും. പ്രായപൂർത്തിയാകാത്ത അല്ലെങ്കിൽ വിരിഞ്ഞ അധിക സമയം ആയിട്ടില്ലാത്ത തുമ്പികളാണെങ്കിൽ ചിലപ്പോൾ ഈ പെൺതുമ്പിയോട് സാദൃശ്യമുള്ള നിറങ്ങൾ അല്ലെങ്കിൽ ഡിസൈൻസ് ആയിരിക്കും ഉണ്ടാവുക. നെക്സ്റ്റ്, ഇതിലും അതുപോലെ തന്നെ ഡാംസൽ ഫ്ലൈസിലും ഇതുപോലുള്ള വ്യത്യാസങ്ങളാണ്. ഇത് നേരത്തെ പറഞ്ഞ പീലിത്തുമ്പിയുടെ ആദ്യം കാണുന്ന ആണും രണ്ടാമത് പെണ്ണുമാണ്. നെക്സ്റ്റ്, നമ്മൾ സൂചിത്തുമ്പികൾ മുട്ടയിടുന്നത് ശ്രദ്ധിച്ചാൽ ഇണചേരുന്നത് ശ്രദ്ധിച്ചാൽ അറിയാം. ഇണചേരുന്നതിന് ബാക്കി അധികം ഡീറ്റെയിൽസിലേക്കും പോകുന്നില്ല. ഇതുപോലുള്ള വീൽ ഫോർമേഷൻ ഒരു ചക്രം പോലെ ആയിട്ടായിരിക്കും ഉണ്ടാകുക. അതിന് ടാൻഡം പോസ്റ്റർ എന്ന് പറയും, അല്ല ടാൻഡം പൊസിഷൻ എന്നൊക്കെ പറയും. നെക്സ്റ്റ്, അത് പിന്നീട് ഈ രീതിയിലുമാകും. ഒരു പ്രണയത്തിന്റെ ഒരു ചിഹ്നം പോലെ വേണമെങ്കിൽ സങ്കല്പിക്കാം. അത് വീൽ ഫോർമേഷൻ എന്ന് പറയും. നെക്സ്റ്റ്, കല്ലൻ തുമ്പികളിലാണെങ്കിൽ ഡ്രാഗൺ ഫ്ലൈസിലാണെങ്കിൽ ആ വീൽ ഫോം ചെയ്യാനുള്ള രീതിയിലുള്ള ഒരു ഇത് അതിന്റെ ഉദരങ്ങൾക്ക് ഇല്ലാത്തതുകൊണ്ട്, അത്ര ഫ്ലെക്സിബിലിറ്റി ഇല്ലാത്തതുകൊണ്ട് ഈ രീതിയിലായിരിക്കും അവരുടെ ഇണചേരുന്ന സമയത്തുള്ള വീൽ ഫോർമേഷൻ. അപ്പോൾ അതിന് വീൽ ഫോർമേഷൻ ശരിക്കും പറയാൻ പറ്റില്ല, അങ്ങനെയാണല്ലോ. അതുപോലെ തന്നെ അടുത്തത് പെൺതുമ്പികൾ മുട്ടയിടുന്നത് വെള്ളത്തിലാണ്. വെള്ളത്തിൽ ഉള്ള ചില ചെടികളിൽ അല്ലെങ്കിൽ വെള്ളത്തിലുള്ള ചളിയിലൊക്കെ മുട്ടയിടും.
അപ്പോൾ മുട്ടയിടുന്ന സമയത്ത് പലപ്പോഴും പെൺതുമ്പിയാണ് മുട്ടയിടുക. പെൺതുമ്പി മുട്ടയിടുന്ന സമയത്ത് ആൺതുമ്പികൾ അതിന്റെ ഉരസിന്റെ ഭാഗത്ത് അതിന്റെ ഉദരത്തിന്റെ അറ്റം കൊണ്ട് അല്ലെ വാലുകൊണ്ട് എന്ന് വേണം പറയാം, വാലുകൊണ്ട് മുറുക്കി പിടിച്ചിട്ട് അല്ലെങ്കിൽ ഇറുക്കി പിടിച്ചിട്ട് പെൺതുമ്പി മുട്ടയിടുന്നതാണ്. ചിലപ്പോൾ കുറച്ച് മിനിറ്റുകളോളം തന്നെ പെൺതുമ്പി പൂർണ്ണമായും വെള്ളത്തിനടിയിൽ പോകുന്നതും കാണാൻ പറ്റും മുട്ടയിടുന്ന സമയത്ത്. നെക്സ്റ്റ്, ചിലപ്പോൾ ഇതുപോലെ ചളിയിൽ മുട്ട പുറത്തിക്കും. നെക്സ്റ്റ്, നമുക്ക് ചുറ്റുവട്ടത്തും കാണുന്ന കുറച്ച് തുമ്പികളെ ഒന്ന് പരിചയപ്പെടാം, ഒന്ന് സ്പീഡാക്കാം. ഇത് നമ്മൾ വളരെ സാധാരണമായിട്ട് നമ്മുടെ വീട്ടു പരിസരങ്ങളിൽ കാണുന്ന ഒന്നാണ്. കനൽ വാലൻ ചതുപ്പൻ എന്നാണ് ഇതിന് മലയാളത്തിൽ പേര് കൊടുത്തിരിക്കുന്നത്. ആദ്യം ഇതിന് പഴയകാലത്ത് നമ്മൾ ഈ മലയാളത്തിലുള്ള പേരുകൾ ഒരുപക്ഷെ തുടങ്ങിയത് പയ്യന്നൂർ അല്ലെങ്കിൽ സീക്കിലെന്നുണ്ടായിരുന്ന ജാഫർ പാലോട്ട്, ബാബു കമ്പർത്ത് ഞങ്ങളൊക്കെ കൂടിയിട്ടാണ് മലയാളത്തിൽ ചിത്രശലഭങ്ങൾക്ക് പേരിട്ടതുപോലെ തന്നെ തുമ്പികൾക്കുള്ള പേരുകളും ഒരുപക്ഷെ തുടക്കമിട്ടതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഇതിന് ആദ്യം സിന്ദൂര തുമ്പി എന്നൊക്കെ പേരിടാൻ ശ്രമിച്ചിട്ടായിരുന്നു. പിന്നീട് തുമ്പിയെ പറ്റിയുള്ള പുസ്തകം കിരണും അതുപോലെ തന്നെ ഡേവിഡ് രാജുവും ചെയ്യുന്ന സമയത്ത് കുറച്ച് ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തി. അതിൽ ആ പുസ്തകത്തിൽ മിക്കവാറും എല്ലാ തുമ്പികൾക്കും മലയാളത്തിൽ പേര് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിന് കനൽ വാലൻ ചതുപ്പൻ എന്നാണ് മലയാളത്തിൽ പേര് കൊടുത്തിരിക്കുന്നത്. ഓറഞ്ച് ടൈൽഡ് മാർഷ് ഡാർക്ക് നമ്മളെ വീട്ടു പരിസരങ്ങളിലും നാട്ടുമ്പുറങ്ങളിലും വളരെ സാധാരണമായി കാണുന്നതാണ് ഇത്. നെക്സ്റ്റ്, അതുപോലെ നാട്ടുചതുപ്പൻ എന്ന് പറയുന്നത് കോറമണ്ടൽ മാർഷ് ഡാർക്ക്, സെറാഗ്രിയോൺ കോറമണ്ടലിക്കം എന്ന് പറയും. ഇത് അത്ര നേരത്തെ കണ്ടാത്ത അത്ര കളർഫുൾ ആയിരിക്കില്ല. നെക്സ്റ്റ്, ഇതും നമ്മുടെ വീട്ടു പരിസരങ്ങളിലൊക്കെ. ഇത് ഗോൾഡൻ ഡാർട്ട്ലെറ്റ് എന്ന് പറയും. മഞ്ഞ പുൽമാണിക്കൻ എന്നാണ് പേര്. ഇതിന് നേരത്തെയുള്ള പേര്, ശാസ്ത്രീയമായ പേര് ഇസ്ന്യൂറ ഒറോറ എന്നായിരുന്നു. ഇപ്പോഴത് അതിന് മാറ്റം വരുത്തിയിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ്, ഇത് പൂത്താലിത്തുമ്പി എന്ന് ആദ്യം പേര് കൊടുത്തിരുന്നതായിരുന്നു. നാട്ടുപൂത്താലി എന്നാണ് ഇപ്പോഴത്തെ പേര്. പൂത്താലിയൊക്കെ വളർന്നു നിൽക്കുന്ന തോട്ടിൽ അല്ലെങ്കിൽ കൈപ്പാട് പ്രദേശങ്ങളിൽ, കുളങ്ങളിലൊക്കെ വളരെ സാധാരണമായി കാണുന്ന, ഒരുപാട് എണ്ണത്തിൽ ഒരുമിച്ച് കാണാൻ പറ്റുന്ന ഒന്നാണ് നാട്ടുപൂത്താലി അല്ലെങ്കിൽ പൂത്താലിത്തുമ്പി. നെക്സ്റ്റ്, ആണും പെണ്ണും തമ്മിലുള്ള വ്യത്യാസം ഉണ്ടായിരിക്കും. ഇത് നമ്മുടെ തണൽ തുമ്പികൾ നമുക്ക് 3-4 സ്പീഷീസ് ഉണ്ട്. അതിൽ ആദ്യത്തേത് ക്ലിയർ വിങ് ഗ്ലോറി, ഫോറസ്റ്റ് ഗ്ലോറി എന്ന് പറയും, ചെറിയ തണൽ തുമ്പി. രണ്ടാമത്തത് അതിന്റെ ചിറകിന്റെ അറ്റത്ത് ഒരു ചുട്ടി ഉണ്ടായിരിക്കും. ചിറകിന്റെ ടിപ്പിൽ ഒരു ചുട്ടി അല്ലെ കറുത്ത പാടുകൾ ഉണ്ടായിരിക്കും. അതുകൊണ്ട് ചുട്ടിച്ചിറകൻ തണൽ തുമ്പി എന്നാണ് രണ്ടാമത്തതിന് പേര്. അതിന്റെ ശാസ്ത്രീയമായ പേരും അതിനെ സൂചിപ്പിക്കുന്നതാണ്. വെസ്റ്റാലിസ് ഗ്രാസിലിസം. രണ്ടാമത്തത് വെസ്റ്റാലിസ് അപ്പിക്കാലിസ്, അപ്പക്സിന്റെ ചിറകിന്റെ അപ്പക്സിൽ അല്ലെ ചിറകിന്റെ അറ്റത്ത് കറുത്ത പാടുകൾ ഉള്ളത്. നെക്സ്റ്റ്, ഇത് ഈ രണ്ട് തുമ്പികളും നമ്മുടെ വീട്ടുപരിസരത്ത് സാധാരണമാണ്. ഇത് നേരത്തെ പറഞ്ഞു പീലിത്തുമ്പി എന്ന് പറയുന്നത്, അത് അതിന്റെ ഒരു ഡിസ്പ്ലേ കാണാം നമുക്ക്. അതിന്റെ ചിറക് തുറക്കുന്ന സമയത്ത് വളരെ ഈ രീതിയിലുള്ള ഫോട്ടോ ഒക്കെ കിട്ടാൻ വളരെ പ്രയാസമായിരിക്കും. വളരെ ചെറിയ സെക്കൻഡിന്റെ എത്രയോ അംശത്തിലൊരു ഭാഗം കൊണ്ട് പ്രത്യേക രീതിയിലൊക്കെ ഫോട്ടോ എടുത്താൽ മാത്രമേ പലപ്പോഴും ഇങ്ങനെയുള്ള ഫോട്ടോകൾ കിട്ടാറുള്ളൂ. നെക്സ്റ്റ്, നേരത്തെ കാണിച്ചത് തന്നെയാണ്. നെക്സ്റ്റ്, അടുത്ത്, അതുപോലെ നമ്മൾ ലെസ്റ്റിഡേ എന്ന് പറയുന്ന കുടുംബത്തിൽ വരുന്ന അതിന് നമ്മൾ സ്പ്രെഡ് വിങ്സ് എന്ന് പറയും. അതിന്റെ ചിറകുകൾ നമ്മൾ സാധാരണ നേരത്തെ പറഞ്ഞ പോലെ സൂചിക്കണിമാരുടെ ചിറകുകൾ ചേർത്ത് വെച്ചിട്ടായിരിക്കും ഉണ്ടാകുന്നത്, ഒരുമിച്ച് ചേർത്ത് വെച്ചിട്ടായിരിക്കും ഉണ്ടാകുക. പക്ഷെ ഇത്തരം തുമ്പികളുടെ കാര്യത്തിൽ, ലെസ്റ്റിഡേ എന്ന് പറയുന്ന കുടുംബത്തിൽ ഉൾപ്പെട്ട തുമ്പികളുടെ കാര്യത്തിൽ കുറച്ചും കൂടി വ്യത്യാസമുണ്ട്. അതിന്റെ ചിറകുകൾ കുറച്ച് ഇതേപോലെ സ്പ്രെഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ കുറച്ചും കൂടി വിടർന്ന് നിൽക്കുന്ന രീതിയിലായിരിക്കും ഉണ്ടാകുക. അതുകൊണ്ടാണ് ഇതിനെ ഈ ഗ്രൂപ്പിൽപ്പെട്ട പലതിനെയും സ്പ്രെഡ് വിങ്സ് എന്ന് പറയുന്നത്. ഇത് നീലക്കണ്ണി ചേരാചിറകൻ എന്ന് പറയുന്ന ഇതാണ്. ഈ കുടുംബത്തിൽ വരുന്ന 11 സ്പീഷീസ് ആണ് കേരളത്തിൽ കണ്ടുവരുന്നത്. പ്ലാറ്റിലെസ്റ്റസ് കിരണി എന്ന് പറയുന്ന നമ്മുടെ തുമ്പി പഠനരംഗത്ത് പുതിയ ഒരുപാട് തുമ്പികളെ കണ്ടെത്തി ഡിസ്ക്രൈബ് ചെയ്യുന്നതിലും തുമ്പിയെ പറ്റിയുള്ള നേരത്തെ പറഞ്ഞ മലയാള പുസ്തകങ്ങളുടെ രചനയിലൊക്കെ വളരെ മുൻപന്തിയിൽ നിന്നിരുന്ന, കേരളത്തിലെ തുമ്പികളെ പറ്റിയുള്ള പഠനത്തിന് വലിയ സംഭാവന ചെയ്ത ഒരാളാണ് CG കിരൺ. ഞങ്ങളുടെയൊക്കെ സുഹൃത്തായിരുന്നു. ഇപ്പോഴും കിരൺ മരിച്ചിട്ട് എനിക്ക് തോന്നുന്നു ഒരു 5 വർഷമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് കിരണിന്റെ പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. ഇത് എൻ്റെ നാടായ കണ്ണപുരത്ത് എടക്കേപ്പുറം എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഇത് കളക്ട് ചെയ്ത ഒരു സ്പീഷീസ് ആണ് ഈ പ്ലാറ്റിലെസ്റ്റസ് കിരണി. സുവോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയിൽ അന്ന് ജോലി ചെയ്തിരുന്ന ചരേഷ് എന്ന് പറയുന്ന ആളാണ് ഇത് ആദ്യം കളക്ട് ചെയ്തത്. പിന്നീട് സുവോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയിലെ എമിലി അമ്മ, ജാഫർ പാലോട്ടി
ചരേഷ് ഇവർ ഓതർ ആയിക്കൊണ്ടുള്ള ഒരു ഇതിനെ പറ്റിയുള്ള ഒരു പേപ്പറും പ്രസിദ്ധീകരിക്കുകയുണ്ടായി. കിരണി ചേരാചിറകൻ എന്നാണ് മലയാളത്തിൽ പേര് കൊടുത്തത്. CG കിരൺ, അതിന്റെ ഡീറ്റെയിൽസ് വേറെ ചില ഫോട്ടോസ് ആണ്. ഇത് കിരൺ, CG കിരണിന്റെ ചിത്രമാണ് സ്ക്രീനിൽ കാണുന്നത്. നെക്സ്റ്റ്. അതുപോലെ തന്നെ ഈ പ്ലാറ്റിസ്റ്റിക്റ്റിഡേ എന്ന് പറയുന്ന ഒരു കുടുംബമുണ്ട്. അതില് നമ്മൾ മുളവാലൻ തുമ്പികൾ എന്നാണ് പറയാ. റീഡ് ടെയിൽ എന്നാണ് ഇംഗ്ലീഷിൽ സാധാരണ പറയുന്നത്. മുളയുടെ കമ്പ് പോലെ നീണ്ട നേർത്ത ഉദരഭാഗമായിരിക്കും അതിനുണ്ടാവുക. അപ്പൊ അതിൽ വരുന്ന കുറെ തുമ്പികളുണ്ട്. അതിൽ ഒരു തുമ്പിയെ നമ്മൾ കണ്ണൂർ ജില്ലയിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. കണ്ണൂർ ഇവിടെയുള്ള കണിച്ചാറിനടുത്തുള്ള ഡോക്ടർ വിഭു വിജയകുമാറും സംഘവുമാണ് അത് കണ്ടെത്തിയത്. അപ്പോൾ അതിന് പേര് കൊടുത്തിരിക്കുന്നത് തുമ്പി പഠന രംഗത്ത് അല്ലെ തുമ്പി നിരീക്ഷണ രംഗത്ത് ഒക്കെ പ്രവർത്തിച്ചിരുന്ന ഡോക്ടർ ഫ്രാൻസി കാക്കശ്ശേരിയുടെ പേരാണ്. ഫ്രാൻസി കാക്കശ്ശേരി കഴിഞ്ഞ ഒരാഴ്ച മുമ്പാണ് മരിച്ചുപോയത്. അപ്പൊ മരിക്കുന്നതിന് മുമ്പെയാണ് ഇത് പേര് കൊടുത്തിരിക്കുന്നത്. ഫ്രാൻസിയോടുള്ള ബഹുമാന സൂചകമായിട്ടാണ് ഈ ഒരു പേര് കൊടുത്തിരിക്കുന്നത്. ഫ്രാൻസി കാക്കശ്ശേരി എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. തൃശ്ശൂരിൽ കോളേജിൽ അധ്യാപകനായിരുന്നു. റിട്ടയർ ചെയ്തിട്ട് അധികം കാലമായിട്ടുള്ള പെട്ടെന്നുള്ള എന്തോ അസുഖം കൊണ്ട് ഒരാഴ്ച മുമ്പ് ഒരാഴ്ച 2 ആഴ്ച മുമ്പായി മരിച്ചുപോയത്. നെക്സ്റ്റ്. അതെ, ഇത് അടുത്ത കാലത്ത് പൊന്മുടിയിൽ നിന്ന് കണ്ടെത്തിയ ഒരു റീറ്റെയിൽ മുളവാലൻ തുമ്പിയാണ്. നെക്സ്റ്റ്. അതിന്റെ പേര് കൊടുത്തതിനെ പറ്റിയൊക്കെ പറയാം. ഇത് നമ്മുടെ ഒഴുക്കുള്ള വെള്ളത്തിൽ ചെറിയ ചെറിയ അരുവികളിൽ, നാട്ടിൻപുറത്തുള്ള അരുവികളിലും അതുപോലെ മലയോരത്തുള്ള അരുവികളിലും വളരെ സാധാരണമായി കാണുന്നതാണ്. വലിയ തവളയുടെ കണ്ണുപോലെയൊക്കെ തോന്നുന്നുണ്ട്. തവളക്കണ്ണൻ എന്ന പേരാണ് കൊടുത്തിരിക്കുന്നത്. ഫ്ലോറോസൈഫിഡേ എന്ന് പറയുന്ന കുടുംബത്തിൽ തന്നെയാണ്. ആ കുടുംബത്തിൽപ്പെട്ട 3 സ്പീഷീസുകളാണ് കേരളത്തിൽ കണ്ടുവരുന്നത്. നെക്സ്റ്റ്. അതുപോലെ യൂഫിയ ഫ്രൈസറി എന്ന് പറയുന്നത്, നേരത്തെ പറഞ്ഞ ഫ്രൈസർ എന്ന് പറഞ്ഞ ആളായിരുന്നു ഇന്ത്യയിലെ ശാസ്ത്രീയമായ തുമ്പി പഠനത്തിന് തുടക്കമിട്ട ആള്. അപ്പൊ ഫ്രൈസറിന്റെ പേരിലാണ് ഈ സ്പീഷീസ് അറിയപ്പെടുന്നത്. ചെങ്കറുപ്പൻ അരുവിയൻ എന്നാണ് ഇതിന്റെ മലയാളം പേര് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ കുറച്ച് കാടുള്ള പ്രദേശങ്ങളിലെല്ലാം കുന്നിൻ പ്രദേശത്തുള്ള അരുവികളിലാണ് ഇത് സാധാരണ കാണുന്നത്. നെക്സ്റ്റ്. ഇനി നമുക്ക് കുറച്ച് കല്ലൻ തുമ്പികളുടെ ചിത്രങ്ങൾ കൂടി കാണാം നമ്മളെ ചുറ്റുവട്ടത്ത് കാണുന്നത്. നെക്സ്റ്റ്. കല്ലൻ തുമ്പികൾ ഏകദേശം 111 സ്പീഷീസുകളാണ് കേരളത്തിൽ കണ്ടുവരുന്നത്. ഇതിൽ വളരെ സാധാരണമായി കാണുന്ന വ്യാളി തുമ്പി എന്നറിയപ്പെടുന്ന അല്ലെങ്കിൽ പച്ചവ്യാളി എന്നറിയപ്പെടുന്ന തുമ്പിയാണിത്. നമ്മുടെ ചുറ്റുവട്ടത്ത് വീട്ടുപരിസരത്തൊക്കെ ധാരാളമായി കാണുന്നതാണ്. പ്രത്യേകിച്ച് മറ്റ് ഷഡ്പദങ്ങളോടൊപ്പം തന്നെ ചെറിയ തുമ്പികളെയും ഇത് പിടിച്ചു തിന്നാറുണ്ട്. നെക്സ്റ്റ്. അതുപോലെ തന്നെ അതിൽ കുറച്ചും കൂടി വലിപ്പം കുറഞ്ഞായിരിക്കും നമ്മൾ കുഞ്ഞിക്കണി എന്നൊക്കെ സാധാരണ നാട്ടിൻപുറത്ത് പറയുന്ന ഗ്രൂപ്പിൽ വരുന്ന സാധനമാണ്. നാട്ടുനിലത്തിൽ എന്ന് പറയും. ഡിപ്ലോക്കോളസ് ട്രിവിയാലിസ് എന്ന് പറയും. ഗ്രൗണ്ട് സ്കിമ്മർ. ഇത് അധികം ഉയരത്തിൽ സാധാരണ പറക്കാറില്ല. എപ്പോഴും നിലത്ത് ഇരിക്കുന്ന രീതിയിലാണ് കാണുക. ആദ്യത്തേത് ആണും രണ്ടാമത്തേത് പെണ്ണുമാണ്. ആണിന് കുറച്ചും കൂടി നീലനിറം കൂടുതലായിരിക്കും. നെക്സ്റ്റ്. അതുപോലെ സ്വാമിത്തുമ്പി എന്നുള്ള പേര് നമ്മൾ ഇതിനും മലയാളത്തിൽ കൊടുക്കാൻ കാരണം മലക്ക് പോകാൻ മാലയിട്ട കറുപ്പെടുത്ത ഭസ്മം കുറിയൊക്കെ തൊട്ട ആളെ പോലെ തോന്നിപ്പിക്കുന്നതുകൊണ്ടാണ് ഇതിന് സ്വാമിത്തുമ്പി എന്ന് പേര് കൊടുത്തിരിക്കുന്നത്. പൈഡ് മാർഷ് സ്കിമ്മർ എന്നാണ് ഇംഗ്ലീഷിലെ പേര്. ന്യൂറോട്ടമിസ്റ്റുലിയ. അതിന്റെ ആദ്യത്തേതാണ് ആൺതുമ്പി, രണ്ടാമത്തേത് പെൺതുമ്പിയാണ്. അതുപോലെ നമ്മുടെ വീട്ടുപരിസരത്ത് നമ്മൾ തുണി ആറിയിടാനൊക്കെ അയ കെട്ടും, അല്ലെങ്കിൽ അയല് കെട്ടും. അയലിന്റെ മേലെയൊക്കെ ധാരാളമായിട്ട് വന്ന് കൂട്ടത്തോടുകൂടി ഒരു 5-10 നിരനിരയായിട്ട് വന്നിരിക്കും. ഈ തുരുമ്പിന്റെ കളറുള്ള തവിടൻ തുരുമ്പൻ എന്ന പേരുള്ള പൾവസ് ഫോറസ്റ്റ് സ്കിമ്മർ എന്നാണ്, ഫോറസ്റ്റ് സ്പീഷീസ് ആണ് എന്ന് അതിന്റെ പേരിൽ സൂചന ഉണ്ടെങ്കിലും നാട്ടിൻപുറത്ത് വളരെ സാധാരണമായിട്ട് കാണുന്നത് തന്നെയാണ് തുരുമ്പൻ തുമ്പി അല്ലെങ്കിൽ തവിടൻ തുരുമ്പൻ. അതിന്റെ ആണിന് കുറച്ചും കൂടി കളർ കൂടുതലായിരിക്കും. ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ചെറുകിലുള്ള ഡിസൈനിലൊക്കെ ചെറിയ വ്യത്യാസം ഉണ്ടായിരിക്കും. ആദ്യത്തെ ആണ്, രണ്ടാമത്തേത് പെണ്ണുമാണ്. നെക്സ്റ്റ്.
ഇത് നമ്മുടെ മതിൽ തുമ്പി എന്ന് പറഞ്ഞു. നമ്മള് മതിലിന്റെ മേല, അതുപോലെ കരിങ്കല്ലിന്റെ മേല, റോഡിന്റെ മേല, അതുപോലെ കുളപ്പടവില് ഒക്കെ എപ്പോഴും ധാരാളമായിട്ട് കാണുന്ന ഒരു തുമ്പിയാണ്. ഇതിനെ ഇരുന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതേ കല്ലിന്റെ അതേ കളറായിരിക്കും. മതിൽ തുമ്പി എന്നാണ് പേര് കൊടുത്തിട്ട്. അതിന്റെ ലാർവയാണ് ഇപ്പോഴും കാണുന്നത്. നെക്സ്റ്റ്, ഇത് തുലാതുമ്പി. നമ്മുടെ നാട്ടിലെ ഏറ്റവും കൂടുതലായിട്ട് ദേശാടനം നടത്തുന്ന തുമ്പികളാണ്. ആഗോളമായിട്ട് അല്ലെങ്കിൽ ഗോളാന്തര യാത്രകൾ നടത്തുന്ന തുമ്പികളാണിത്. വാണ്ടറിങ് ഗ്ലൈഡർ അല്ലെങ്കിൽ ഗ്ലോബൽ സ്കിമ്മർ എന്നാണ് ഇതിന് ഇംഗ്ലീഷിൽ പേര് പറയുന്നത്. അതിന്റെ ആൺ തുമ്പിയാണ് ആദ്യത്തേത്, പെൺതുമ്പിയാണ് രണ്ടാമത്തേത് കാണിച്ചിട്ട്. ഇത് നമ്മുടെ നാട്ടിൽ ഈ ഒരു മഴയുടെ സമയത്ത് ധാരാളമായിട്ട് കാണാം. നമ്മുടെ വയലുകളിലും ഒക്കെ ധാരാളമായി മുട്ടയിടുകയും കുറച്ച് മാസം കൊണ്ട്, ഏതാനും 3-4 മാസം കൊണ്ട് പൂർണ്ണ വളർച്ചയെത്തിയ തുമ്പികളായി മാറും. ഇത് നമ്മൾ ചിലപ്പോൾ നമ്മളെ ബസ് സ്റ്റാൻഡുകളിലൊക്കെ, കുഴിയുള്ള ബസ് സ്റ്റാൻഡിലും റോഡിലുള്ള കുഴികളിലൊക്കെ മുട്ടയിടുന്നത് കാണാം. ചിലപ്പോൾ വാഹനത്തിന്റെ, കാറിന്റെ ഒക്കെ ഗ്ലാസ്സിൽ വന്ന് മുട്ടയിടുന്നത് കാണാം, വെള്ളമാണെന്ന് വിചാരിച്ചിട്ട്. ഏറ്റവും കൂടുതലായിട്ട് ദേശാടനം നടത്താൻ വളരെ കൂടുതലായിട്ട് 10,000-കണക്കിന് ലക്ഷക്കണക്കിന് എണ്ണം ഒരുമിച്ച് ദേശാടനം, പ്രത്യേകിച്ച് തുലാമഴയുടെ തൊട്ട് തലേത്തെ ദിവസങ്ങളിലാണ് ഇതിന്റെ കൂട്ടമായ യാത്രകൾ അല്ലെങ്കിൽ കൂട്ടമായ ദേശാടനം കാണാറുള്ളത്. മുമ്പ് ഇതിന്റെ ദേശാടനത്തെ കുറിച്ച് പല റിപ്പോർട്ടുകളും പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു. പഴയ കാലത്ത് ഏഴിമലയിലും അതുപോലെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത്, കാസർഗോഡൊക്കെ ഇതിന്റെ ദേശാടനം നിരീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ മാലിന്യമുള്ള വെള്ളത്തിൽ മുട്ടയിടുന്ന, അല്ലെ മാലിന്യമുള്ള കെട്ടുകൾക്കടുത്ത് സാധാരണ കാണുന്നതാണ് ബ്രാക്കിത്തെമിസ് കണ്ടാമിനേറ്റഡ് വാട്ടറിലാണ് ഇത് സാധാരണ കൂടുതലായിട്ട് കാണുന്നത്. അപ്പോൾ വെള്ളത്തിന്റെ ഒരു പരിശുദ്ധിയുടെ അല്ലെങ്കിൽ നല്ല ചീത്ത വെള്ളം ആണെന്ന് സൂചിപ്പിക്കുന്ന ഒരു സൂചന കൂടി ഈ തുമ്പികൾ തരുന്നുണ്ട്. ഇതെപ്പോഴും നമ്മൾ ഈ വയലിലൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇത് ഇരിക്കുന്ന വെള്ളക്കെട്ടുകളിലൊക്കെ ഇറങ്ങി നടന്നു കഴിഞ്ഞാൽ നമ്മളോടൊപ്പം, നമ്മുടെ കാലിന്റെ വേഗതക്കനുസരിച്ച് നമ്മളോടൊപ്പം കുറെ ദൂരം ഒന്നിച്ചു വരുന്ന ഒരു പരിപാടി കൂടി ഉണ്ട്. അതുകൊണ്ടാണ് ഇതിന് ചങ്ങാതി തുമ്പി എന്ന് പേര് കൊടുത്തിരിക്കുന്നത്. ചോരവാലൻ തുമ്പി ഇതുപോലെ ചുവന്ന നല്ല നീണ്ട വാലുള്ള, ആദ്യത്തെ രണ്ടാമത്തത് പെണ്ണുമാണ്. ഏഷ്യാറ്റിക് ബ്ലഡ് ടൈൽ എന്ന് പറയും. ഇത് നമ്മളെ വീട്ടുപരിസരത്ത് ധാരാളമായിട്ട് കാണുന്നതാണ്. ഏഷ്യാറ്റിക് ബ്ലഡ് ടൈൽ, ചോരവാലൻ തുമ്പി. പഴയ കാലത്തുള്ള ഒരു വിശ്വാസം ഉണ്ടായിരുന്നു, ഇത്തരം ചുവന്ന വാലുള്ള തുമ്പികളെ നമ്മൾ എൻ്റെ നാട്ടിലൊക്കെ അച്ചിക്കണിയാന്ന് പറയാം. ചുവന്ന വാലുള്ള അച്ചിക്കണിയനെ പിടിച്ചു കഴിഞ്ഞാൽ ചെങ്കണ്ണ് രോഗം വരും എന്നൊരു വിശ്വാസം കൂടി പണ്ടുണ്ടായിരുന്നു. നെക്സ്റ്റ്, ഇതും ചുവന്ന വാലാണ്, കനൽ വാലൻ. നല്ല കനലിന്റെ കളറുള്ള, ചുവന്ന കനലിന്റെ കളറുള്ള ഉദരഭാഗം ഉള്ളതാണ് കനൽ വാലൻ. അതിന്റെ ആൺ തുമ്പിയാണിത്. നെക്സ്റ്റ്, അതുപോലെ വളരെ നമ്മുടെ നാട്ടിൻപുറത്തും എൻ്റെയൊക്കെ വീട്ടുപരിസരത്ത് ഈ വെള്ളക്കെട്ടുകൾ, ചെറിയ ചളിവെള്ളമൊക്കെ കെട്ടി നിൽക്കുന്നതിൻ്റെ അടുത്ത് കമ്പുകളിലൊക്കെ വന്നിരിക്കുന്ന ഒരു തുമ്പിയാണിത്. യെല്ലോ ടൈൽഡ് ആഷി സ്കിമ്മർ എന്നാണ്, പൊട്ടമർച്ച എന്ന് പറഞ്ഞത്. പുള്ളിവാലൻ എന്നാണ് മലയാളത്തിൽ പേര് കൊടുത്തിട്ടുള്ളത്. അതിൽ ആദ്യത്തെ സ്ലൈഡ് ഫ്രാൻസി കാക്കശ്ശേരിയുടെ സ്ലൈഡാണ്. ഇതിൽ കുറെ സ്ലൈഡുകൾ, ഫ്രാൻസിയുടെ സ്ലൈഡുകൾ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. നെക്സ്റ്റ്, അതുപോലെ കോമൺ പിക്ചർ വിങ്, ഇതിന് ഓണത്തുമ്പി എന്ന് പേര് കൊടുത്തിട്ടുണ്ട്. ഓണത്തുമ്പി എന്ന് വേറെയും ചില തുമ്പികൾ അറിയപ്പെടുന്നുണ്ട്. ഇതിന് നമ്മളെ ശലഭത്തുമ്പി എന്നൊക്കെ പേര് മുമ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ശലഭങ്ങളെ പോലെ തന്നെ കുറച്ചും കൂടി വർണ്ണപ്പകിട്ടുള്ള ചിറകുകളായിരിക്കും ഇതിന് ഉണ്ടാകുക. അതിന്റെ ഒരു മെയ്റ്റിംഗ് ആണ്. അത് കാട്ടാമ്പള്ളിയിൽ നിന്ന് ഒരു 10-15 വർഷം മുമ്പ് എടുത്തൊരു ചിത്രമാണ്. ആദ്യത്തേത് ആൺ തുമ്പിയാണ്. അതിന് വലിയ പാറ്റേണുകൾ ഉണ്ടാവില്ല, കുത്തുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. രണ്ടാമത്തേത് പെൺ തുമ്പിയാണ്. നെക്സ്റ്റ്, നമ്മള് വയലിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ സ്ഥിരമായിട്ട് നടക്കുന്ന പല പ്രദേശങ്ങളിലും പോയി കഴിഞ്ഞാൽ ചില കമ്പിന്റെ മേലെയൊക്കെ ഇരുന്ന് കാറ്റിനനുസരിച്ചിട്ട് ഇങ്ങനെ ചിറകൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഇരിക്കുന്ന ഒരു ഇതാണ്, ബാലൻസ് ചെയ്ത് നിൽക്കുന്ന ഒരു തുമ്പിയാണിത്. അതുകൊണ്ട് തന്നെ ഇതിന് കാറ്റാടിത്തുമ്പി എന്നാണ് മുമ്പ് ആദ്യകാലത്തെ ഇതിന്, എനിക്കൊന്നൊരു 10-20 വർഷം മുമ്പ് തന്നെ ഇതിന് കാറ്റാടിത്തുമ്പി എന്ന പേര് കൊടുത്തിട്ടുണ്ടായിരുന്നു. ലോങ് ലെഗ്ഡ് മാർഷ് ഗ്ലൈഡർ എന്നാണ് ഇതിന് ഇംഗ്ലീഷിലുള്ള പേര്. വളരെ സാധാരണമായി കാണുന്ന, എല്ലാ സ്ഥലങ്ങളിലും കാണുന്ന ഒരു തുമ്പിയാണ്, പ്രത്യേകിച്ച് തുറസായ പ്രദേശങ്ങളിൽ. നെക്സ്റ്റ്, ഇതുപോലെ നമ്മൾ സന്ധ്യാസമയത്തൊക്കെ ഒന്ന് പുറത്തിറങ്ങി ഈ വെള്ളക്കെട്ടുകൾക്ക്, കുളത്തിന്റെ അടുത്ത്, തോടിന്റെ കരയിൽ
ഒക്കെ പോയി കഴിഞ്ഞാൽ കാണുന്ന ഒരു തുമ്പിയാണ്. പവിഴപാലൻ എന്ന് പറയും. അതിന്റെ ചിറകിന്റെ പിൻചിറകില് ശരീരത്തോട് ചേരുന്ന ഭാഗത്തിന് അടുപ്പിച്ചിട്ട് നമ്മൾ മെഴുക് പുരണ്ട കൈ കൊണ്ട് ഒരു ചിറക് തൊട്ട് കഴിഞ്ഞാൽ മെഴുകിന്റെ ഒരു അംശം ബാക്കിയാവും. അതുപോലുള്ള പാടുകൾ ഇതിന്റെ ചിറകിൽ ആൺതുമ്പിയുടെ ചിറകിൽ കാണാൻ പറ്റും. രണ്ടാമത്തേത് കാണുന്നത് കളർ കുറഞ്ഞത് പെൺതുമ്പിയാണ്. അപ്പൊ ഇതിന് പവിഴപാലൻ എന്ന പേരാണ് കൊടുത്തിരിക്കുന്നത്. കോറൽ ടെയിൽഡ് ക്ലൗഡ് വിങ്, ആ വിങ്ങിൽ തന്നെ ഒരു ക്ലൗഡി ആയിട്ടുള്ള ഭാഗം ഉള്ളത് കൊണ്ടാണ് കോറൽ ടെയിൽഡ് ക്ലൗഡ് വിങ് എന്ന് പേര് കൊടുത്തിരിക്കുന്നത്. അതിന്റെ ലാർവയാണ് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. നെക്സ്റ്റ്, കാർത്തുമ്പി. കാർത്തുമ്പി എന്നുള്ള പേര് നമ്മൾ കേട്ടിരിക്കുക അല്ലെ? മോഹൻലാലിന്റെ പഴയ സിനിമകളിൽ ഉള്ള ഒരു പേരാണ് കാർത്തുമ്പി. അപ്പൊ ഈ കാർത്തുമ്പി എന്ന് പറഞ്ഞാൽ കറുത്ത തുമ്പി എന്ന അർത്ഥത്തിലാണ്. ഇത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ രീതിയിൽ സാധാരണ കണ്ടുകൊണ്ട് നോക്കി കഴിഞ്ഞാൽ കറുത്തതായിട്ടാണ് തോന്നുക. കുറച്ചും കൂടി അതിന്റെ ഫോട്ടോ എടുത്ത് അത് ഒന്ന് സൂം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെ ഇരുണ്ട നീല നിറമായിരിക്കും പ്രധാന നിറമായിട്ട് അതിന്റെ ഉരസിലും ഉദരത്തിന്റെ കുറച്ച് ഭാഗങ്ങളിലും നമുക്ക് കാണാൻ കഴിയുക. ഇതും ഈ വെള്ളച്ചാട്ടങ്ങൾക്കരികിൽ ഒഴുക്ക് വെള്ളത്തിന്റെ അടുത്തൊക്കെയാണ് സാധാരണ കാണുന്നത്. വനപ്രദേശങ്ങളിലും നാട്ടുമ്പുറങ്ങളിലും കുന്നിൻ ചെരിവുകളിലൊക്കെ ഉള്ള, ഇപ്പോഴും പ്രത്യേകിച്ച് ഈ മഴക്കാലത്തുള്ള പല കുന്നുകളിൽ നിന്നും വെള്ളം പുറത്തേക്ക് ഒഴുകുന്നുണ്ട്, വെള്ളച്ചാട്ടങ്ങളായി പുറത്തേക്ക് ഒഴുകുന്നു. അവിടെയൊക്കെ സാധാരണ കാണുന്ന ഒരു തുമ്പിയാണ് കാർത്തുമ്പി, ബ്ലാക്ക് സ്ട്രീം ഗ്ലൈഡർ. ഓക്കെ, നെക്സ്റ്റ്, പരുന്തുതുമ്പി എന്ന് പറയുന്ന 2 സ്പീഷീസ് നമുക്ക് വളരെ പ്രധാനമായും നാട്ടിൻപുറത്തൊക്കെ കാണാൻ പറ്റും. അതിൽ ചെമ്പൻ പരുന്തൻ എന്ന് പേരുള്ള, കുറച്ച് ചുവന്ന കളർ കൂടുതലായിരിക്കും ഇതിന്റെ ഉദര ഭാഗത്ത്. ചെമ്പൻ പരുന്തൻ എന്നാണ് പേര് കൊടുത്തിരിക്കുന്നത്. ഇതിങ്ങനെ പറന്നുകൊണ്ടേയിരിക്കും, വെള്ളക്കെട്ടുകൾക്കിടയിൽ അടുത്ത് പറന്നുകൊണ്ടേയിരിക്കും. വിശ്രമിക്കുന്ന ഏതെങ്കിലും പുല്ലിന്റെ അറ്റത്തോ അല്ലെ കമ്പുവിന്റെ അറ്റത്തോ വന്ന് പിന്നെയും കുറച്ച് സമയം ഇരുന്ന് അത് അതിൽ നിന്ന് മാറിയിട്ട് വീണ്ടും പറന്ന് അതേ സ്ഥാനത്ത് തന്നെ, മിക്കവാറും പല തുമ്പികൾക്കുള്ള ഒരു സ്വഭാവമാണ്, അതേ സ്ഥലത്ത് തന്നെ വീണ്ടും വന്നിരിക്കും. നെക്സ്റ്റ്, കുള്ളൻ വർണ്ണത്തുമ്പി എന്ന് പേര് കൊടുത്തിരിക്കുന്നത്. ഇത് പഴയ കാലത്ത് 10-20 വർഷം മുമ്പ് നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിൽ മാത്രമേ ഇതിനെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് അടുത്ത ഒരു 10-20 വർഷങ്ങൾക്ക് ശേഷമാണ്, എനിക്ക് തോന്നുന്നു 2006-ലോ 2007-ലോ 2010-ലോ മറ്റാണ് ഇതിനെ മാടായിപ്പാറയിലും അതുപോലെ തന്നെ അരവഞ്ചാൽ എന്ന് പറയുന്ന, അരവഞ്ചാൽ ഒരു കാവുണ്ട്, അരവഞ്ചാൽ കാവിലും കണ്ടെത്തിയത്. അത് പിന്നീട് ഒരു പേപ്പറായിട്ട് അതിന്റെ കേരളത്തിലെ ആദ്യത്തെ ഫസ്റ്റ് റിപ്പോർട്ടായിരുന്നു ഇതിന്റെ ഈ ലിറിയോത്തമിസ് അസിഗാസ്റ്റ എന്ന തുമ്പിയുടെ വർണ്ണത്തുമ്പി, കുള്ളൻ വർണ്ണത്തുമ്പി എന്നാണ് മലയാളത്തിൽ പേര് കൊടുത്തത്. ലിറിയോത്തമിസിന്റെ 2 സ്പീഷീസുകളാണ്. അപ്പൊ ആദ്യത്തേത് ചുവന്ന ഉദരഭാഗമുള്ളത് ആണും രണ്ടാമത്തേത് പെണ്ണുമാണ്. ഇത് അരവഞ്ചാൽ കാവിൽ നിന്ന് ഈ 2010-ൽ എടുത്തൊരു ചിത്രമാണ്. നെക്സ്റ്റ്, ഇതാണ് ലിറിയോത്തമിസ് ട്രൈ കളർ എന്ന് പേരുള്ള, ഇതും വളരെ കുറച്ച് പ്രദേശങ്ങളിൽ മാത്രമേ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. പ്രത്യേകിച്ച് തുമ്പൂരിലൊക്കെ റൈസൺ എന്ന് പേരുള്ള ഒരാളുകളുണ്ട്. ആ മേഖലയിൽ നിന്നൊക്കെ ഒരുപാട് തുമ്പികളെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് മിക്കവാറും വനപ്രദേശങ്ങളിൽ കാണുന്നതായിട്ടാണ് പറയുന്നത്. മരങ്ങളിലുള്ള പൊത്തുകളിലുള്ള വെള്ളക്കെട്ടുകളാണ് ഇത് മുട്ടയിടുന്നതാണ് എന്നാണ് പഠനം പറയുന്നത്. നെക്സ്റ്റ്, വയൽ പ്രദേശങ്ങളിൽ കാണുന്ന ഒന്നാണ് വയൽ തുമ്പി എന്നൊക്കെ പറയുന്ന, അല്ലെ വയൽ തെയ്യൻ എന്ന് പിന്നീട് പേര് കൊടുത്തിരിക്കുന്നത്. പാണ്ടൻ വയൽ തെയ്യൻ എന്ന പേരുള്ള, കുറച്ചും കൂടി അതിന്റെ ബോഡിയുടെ നീളം കുറച്ച് കുറവായിരിക്കും. നെക്സ്റ്റ്, പവിഴപാലൻ വ്യാളി എന്ന് പറയുന്ന, നേരത്തെ പറഞ്ഞ വ്യാളിത്തുമ്പിയുടെ അതേ ജീനസിൽ വരുന്നതാണ്. ഓർത്തീത്രം എന്ന് പറയുന്ന ജനസിൽ വരുന്നതാണ്. കനൽ വാലിനെ പോലെ തന്നെ അതിൽ നിന്നും ചെറിയ വ്യത്യാസം മാത്രമേ ഇതിനുള്ളൂ. നെക്സ്റ്റ്, പുള്ളിപാലൻ നേരത്തെ കാണിച്ചു കഴിഞ്ഞു, റിപ്പീറ്റേഷൻ ആയി പോയതാണ്. നെക്സ്റ്റ്, ഇത് റിപ്പീറ്റേഷൻ ആണ്, സോറി. ഇത് നമ്മുടെ കുളങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് മിക്കവാറും എല്ലാ കുളങ്ങളിലും കാണുന്നതാണ് സിന്ദൂര ചിറകൻ എന്ന പേരുള്ള തുമ്പി. അതിന്റെ ആണാണ് ആദ്യത്തേത്, പെൺ ആണ് രണ്ടാമത് കാണിക്കുന്നത്. എപ്പോഴും കുളങ്ങളിലുള്ള, ഇതിന്റെ വീട്ടിന്റെ അടുത്തുള്ള ഒരു കുളത്തിൽ നിന്നെടുത്ത ഒരു ചിത്രമാണ്. മിക്കവാറും എല്ലാ കുളങ്ങളിലും ഇത് വളരെ സാധാരണമായിട്ട് കാണാം. ക്രിംസൺ മാർഷ് ഗ്ലൈഡർ എന്നാണ് ഇംഗ്ലീഷിലുള്ള സാധാരണമായ പേര്, കോമൺ നെയിം. നെക്സ്റ്റ്, ഇത് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, അതിന്റെ റിപ്പീറ്റേഷൻ ആണ്, സോറി. ഇത് നമ്മുടെ കിണറുകളിൽ, നിങ്ങൾ പല കിണറുകളിലും ആൾമറയില്ലാത്തതോ ആൾമറയുള്ളതോ ആയ പല കിണറുകളിലും, ഈ അമ്പലത്തിന്റെ കിണർ, കാവുകളിലുള്ള പഴയ പൊട്ടക്കിണർ, അതിലൊക്കെ പോയി കഴിഞ്ഞാൽ മിക്കവാറും ഈ തുമ്പികൾ, ഇത്തരം തുമ്പികളെ കാണാൻ പറ്റും. അതാണ്
കുള്ളൻ തുമ്പി എന്ന് പറയും. ഇതിനാദ്യം പേര് കൊടുത്തിരുന്നത് കിണർത്തുമ്പി എന്നായിരുന്നു. പിഗ്മി സ്കിമ്മർ. അധികം അതിന്റെ ഉദരത്തിന് അധികം നീളം ഉണ്ടാവില്ല, കുറച്ചുകൂടി ചെറുതായിരിക്കും. അതുകൊണ്ടാണ് കുള്ളൻ തുമ്പി എന്ന പേര് കൊടുത്തിരിക്കുന്നത്. ഗോംഫിഡേ എന്ന് പറയുന്ന ക്ലബ് ടൈൽസ് എന്ന പേരുള്ള, അതായത് അതിന്റെ വാലിന്റെ അറ്റത്ത് അല്ലെങ്കിൽ ഉദരത്തിന്റെ അവസാന ഭാഗത്ത് ഗത പോലുള്ള ഭാഗം ഉണ്ടായിരിക്കും, വണ്ണം കൂടുതലുള്ള ഒരു കുടുംബത്തെയാണ് ക്ലബ് ടൈൽസ് അല്ലെങ്കിൽ ഗോംഫിഡേ എന്നുള്ള പേര് പറയുന്നത്. ഇത് നാട്ടിൻപുറത്തുള്ള വയലുകളിലൊക്കെ വളരെ സാധാരണമായി, വയലുകളിലും കുളങ്ങളിലും വെള്ളക്കെട്ടുള്ള പ്രദേശങ്ങളിൽ സാധാരണമായി കാണുന്നതാണ്. നാട്ടുകടുവ എന്നാണ് മലയാളത്തിൽ പേര് വിളിക്കുന്നത്. കുറച്ച് വലിയ തുമ്പിയാണ്. നെക്സ്റ്റ്, ഇത് നമ്മള് പകൽ സമയത്ത് ഇതിനെ കാണുന്നത് പൊതുവെ കുറവായിരിക്കും. പകൽ സമയത്ത് ഇത് മിക്കവാറും തണലുള്ള ഇലകളുടെ അടിയിൽ അല്ലെങ്കിൽ ചെടികളുടെ ഇടയിലായിരിക്കും ഒളിച്ചിരിക്കുക. അതുകൊണ്ട് മിക്കവാറും ഫ്ലാഷ് ഇടാതെ ചിത്രം എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് അത് രണ്ടാമത്തെ ചിത്രം ഫ്ലാഷ് ഇട്ടിട്ടെടുത്തത്. അപ്പൊ ഇതിന് വൈകുന്നേരം ആ സമയത്ത് സന്ധ്യാസമയമാകുമ്പോഴേക്കും ഇത് വീട്ടിന്റെ ഉള്ളിലേക്കൊക്കെ കയറി വരാറുണ്ട്. അതുകൊണ്ട് സൂചിവാലൻ രാക്കുതിച്ച് നേർത്ത ഉദരഭാഗമായിരിക്കും ഉണ്ടാകുക. ആദ്യം ഇതിന് ഈർക്കിലി വാലൻ എന്നൊക്കെ പേര് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നീട് പേര് മാറ്റുന്ന സമയത്താണ് സൂചിവാലൻ രാക്കുതിച്ചി എന്ന പേര് കൊടുത്തിട്ടുള്ളത്. നെക്സ്റ്റ്, അപ്പൊ ഇങ്ങനെയുള്ള വളരെ കോമൺ ആയിട്ട് കാണുന്ന, നാട്ടിൻപുറത്ത് കാണുന്ന കുറച്ച് തുമ്പികളാണ് ഇത് ഞാൻ കുറച്ച് ചിത്രങ്ങൾ കാണിച്ചത്. ഇന്ന് തുമ്പികൾ നമുക്കറിയാം എല്ലാ തണ്ണീർത്തടങ്ങളും പുഴകളും കുളങ്ങളൊക്കെ ഭീഷണി നേരിടുന്നത്. നമ്മുടെ പല കുളങ്ങളും നികത്തിക്കൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ തുമ്പികൾക്കൊന്നും ഇരിക്കാൻ പറ്റാത്ത രീതിയിൽ ചെടികളോ കമ്പുകളോ ഒന്നും ഇല്ലാത്ത രീതിയിൽ നമ്മൾ ഇപ്പോഴും കണ്ണൂർ ജില്ലയുടെ പല ഭാഗത്തും കാണാം. ജില്ലാ പഞ്ചായത്തിന്റെ ഒക്കെ സഹായത്തോടുകൂടി ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ചിട്ട് പല കുളങ്ങളിലും കെട്ടി ഭയങ്കര സ്റ്റൈലാക്കി വെക്കും. പക്ഷെ അതേസമയത്ത് ഇത്തരം തുമ്പികൾക്ക് ഇരിക്കാനോ അല്ലെങ്കിൽ അവയ്ക്ക് മുട്ടയിടാനോ പറ്റുന്ന രീതിയിലുള്ള സാധനങ്ങളൊന്നും ആ കുളത്തിന്റെ കരയിലോ അല്ലെങ്കിൽ വെള്ളത്തിനടിയിലോ ഉണ്ടാവില്ല. പിന്നെ മറ്റ് പല രീതിയിലുള്ള നമ്മളെ തണ്ണീർത്തടങ്ങളുടെയൊക്കെ നാശം തുമ്പികളുടെ നാശത്തിന് കാരണമാക്കും. അതുപോലെ തന്നെ മിക്കവാറും എല്ലാ തുമ്പികൾക്കും ബ്രീഡ് ചെയ്യുന്നതിന്, പ്രജനനം നടത്തുന്നതിന് ശുദ്ധജലം ആവശ്യമാണ്. അപ്പോൾ ശുദ്ധജല ആവാസ വ്യവസ്ഥയുടെ നാശവും തുമ്പികളുടെ പോപ്പുലേഷനെ ബാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വനനശീകരണം കൊണ്ടും തുമ്പികൾക്ക് വലിയ ഭീഷണി നേരിടുന്നതാണ്. അതുപോലെ വരണ്ട കാലാവസ്ഥയായി കഴിഞ്ഞാൽ, വെള്ളക്കെട്ടുള്ള പ്രദേശങ്ങളൊക്കെ വറ്റിപ്പോയി കഴിഞ്ഞാൽ പിന്നെ തുമ്പികൾക്ക് ബ്രീഡ് ചെയ്യാൻ പറ്റില്ല. വരൾച്ചയും തുമ്പികൾക്ക് ഭീഷണിയാണ്. പിന്നെ പൊതുവെ നമുക്ക് ഇത്തരം ചെറിയ ജീവികൾ, ഈ തുമ്പികളെ പറ്റി നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കർഷകരെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ നമ്മളെ സാധാരണ അതിനെ വിശേഷിപ്പിക്കാറുള്ളതിനെ ഭൂമിയിൽ ഉദയം ചെയ്ത അല്ലെങ്കിൽ പരിണമിച്ചുണ്ടായ ആദ്യത്തെ ഇരപിടിയൻ ഷഡ്പദമാണ്. പ്രാണികളാണ് ഏറ്റവും കൂടുതലായിട്ട് പെരുകുന്നത് നമ്മൾ പറയാം. ആ പ്രാണികളെ കൺട്രോൾ ചെയ്യുന്ന ഒരു പ്രാണി വിഭാഗത്തിൽപ്പെട്ട ഇൻസെക്ടിവോറസ് ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രാണിഭോജികളായ ഒരുപാട് ഷഡ്പദങ്ങൾ നമുക്കുണ്ട്. പ്രയിങ് മാൻറ്റിസ് അല്ലെങ്കിൽ കടന്നലുകൾ, അതുപോലെ തന്നെ എട്ടുകാലി വിഭാഗങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഈ തുമ്പികളും ധാരാളമായിട്ട് ഷഡ്പദ കീടങ്ങളെ ആഹരിച്ചുകൊണ്ട് അവയെ നിയന്ത്രിക്കുന്നുണ്ട്. നമ്മുടെ NBT എന്ന് പറയുന്ന നാഷണൽ ബുക്ക് ട്രസ്റ്റ് പുറത്തിറക്കിയ ഇൻസെക്ട് പെസ്റ്റ് എന്ന പേരുള്ള ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിന്റെ കവർ ചിത്രമായിട്ട് കൊടുത്തത് ഇൻസെക്ട് പെസ്റ്റ് എന്ന് പറഞ്ഞാൽ പെസ്റ്റിനെ കുറിച്ചുള്ള ഒരു പുസ്തകമാണെങ്കിൽ കൂടി തെറ്റായ ഒരു ബോധത്തിന്റെ പേരിൽ അതിന്റെ കവറായിട്ട് കൊടുത്തിരിക്കുന്നത് ഒരു തുമ്പിയുടെ ചിത്രമായിരുന്നു എന്ന ഒരു കാര്യം കൂടി പറയേണ്ടതുണ്ട്. നെക്സ്റ്റ്, അടുത്ത, ഇപ്പൊ തുമ്പികളെ പറ്റിയുള്ള ഒരുപാട് പുസ്തകങ്ങൾ പഴയകാലത്ത് നേരത്തെ പറഞ്ഞ ഫ്രൈസറുടെ പുസ്തകങ്ങളൊക്കെ നമുക്ക് ലൈബ്രറികളിലോ വലിയ വലിയ സ്ഥാപനങ്ങൾക്ക് മാത്രമേ കിട്ടുകയുള്ളൂ. അതിനുശേഷം ഒരുപക്ഷെ ഒരു 2005-ലോ 2004-ലോ മറ്റോ ആദ്യം പബ്ലിഷ് ചെയ്തത് സുവോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയിൽ പബ്ലിഷ് ചെയ്തൊരു ബുക്കാണ്. എമിലി എമ്മ ജാഫർ പാലോട്ടൊക്കെ ചേർന്നിട്ടുള്ള പുസ്തകമാണ്. ആദ്യത്തെ ഫീൽഡ് ഗൈഡ് എന്നുള്ള നിലയിൽ. പിന്നെ കാണിച്ചിരിക്കുന്ന 2 പുസ്തകങ്ങൾ, ഡ്രാഗൺ ഫ്ലൈസ് ഓഫ് ഇന്ത്യ, അതുപോലെ തന്നെ അതിന് മുമ്പിലത്തെ പുസ്തകമൊക്കെ പെനിൻസുലർ ഇന്ത്യയിലെ തുമ്പികളുടെ ഒരു പുസ്തകം. ഈ 2 പുസ്തകത്തിന്റെ PDF നിങ്ങൾക്ക് നെറ്റിൽ ലഭ്യമാണ്. അത് രണ്ടും ചെയ്തിരിക്കുന്നത് സുവോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയിൽ ജോലി ചെയ്യുന്ന ശാസ്ത്രജ്ഞനായ KA സുബ്രഹ്മണ്യനാണ്. സുബ്ബു എന്ന് വിളിക്കുന്ന KA സുബ്രഹ്മണ്യൻ. മൂന്നാമത് കാണിച്ചിരിക്കുന്ന പച്ച ചട്ടയുള്ള പുസ്തകം CG കിരണും ഡേവിഡ് രാജും ചേർന്ന് ചെയ്ത ഒരു പുസ്തകമാണ്. മലയാളത്തിലും അതിന്റെ ഇംഗ്ലീഷും കുറച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ബൈലിംഗ്വൽ ആയിട്ടുള്ള ഒരു പുസ്തകമാണ്. 174 സ്പീഷീസുകളെ പറ്റി പറയുന്നുണ്ട് തോന്നുന്നു അതിൽ. അതാണ് അടുത്ത കാലത്ത് ഇറങ്ങിയ 2012-ലാണെന്ന് തോന്നുന്നു ഇറങ്ങിയത്. 10 വർഷത്തിലധികമായി. ഏതായാലും മലയാളത്തിൽ ഇറങ്ങിയ ഏറ്റവും നല്ല പുസ്തകമായിട്ട് ഈ തുമ്പി പുസ്തകത്തെ പറ്റി പറയാം. കേരളത്തിലെ തുമ്പികൾ എന്ന പേരുള്ള പുസ്തകം. നെക്സ്റ്റ്,
പിന്നെ ഒരുപാട് നമ്മൾ നെറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് വെബ്സൈറ്റുകളുണ്ട്. അതിൽ ഏറ്റവും നന്നായിട്ട് നമുക്ക് ആശ്രയിക്കാവുന്ന ഒരു വെബ്സൈറ്റ് ഒഡോണേറ്റ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്, ബട്ടർഫ്ലൈസ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് പോലെ തന്നെ ഉള്ള അവരുടെ അതിൽ സിക്കാഡാസ് ഓഫ് ഇന്ത്യ, അങ്ങനെ കുറേ ജീവജാതികളുടെ പറ്റിയുള്ള വിവരണങ്ങൾ, റെഫറൻസ് ഇതൊക്കെ കിട്ടുന്ന ഒരു പുസ്തകം, ഒരു വെബ്സൈറ്റാണ് ഒഡോണേറ്റ് ഓഫ് ഇന്ത്യ. അപ്പോൾ അവരുടെ ഒരു വെബ്സൈറ്റാണ് ഒഡോണേറ്റ് ഓഫ് ഇന്ത്യ. പിന്നെ ഏഷ്യൻ ഡ്രാഗൺ ഫ്ലൈ നെറ്റ് എന്ന് പറയുന്ന ഒരു സൈറ്റ് ഉണ്ട്. അതുപോലെ geocities.com എന്ന് പറയുന്ന ഇന്ത്യൻ ഒഡോണേറ്റ് എന്ന് പറയുന്ന ഒരു സൈറ്റ് ഉണ്ട്. പിന്നെ കേരളത്തിൽ തന്നെയുള്ള തുമ്പി നിരീക്ഷകരായ ഒരുപാട് ആളുകൾ, കുറച്ച് ആളുകൾ ചേർന്നിട്ടുള്ള സൊസൈറ്റി ഫോർ ഒഡോണേറ്റ് സ്റ്റഡീസ് എന്ന് പറയുന്ന ഫേസ്ബുക്ക് ഗ്രൂപ്പും ഉണ്ട്. ഫേസ്ബുക്കിൽ ഒരുപാട് ഗ്രൂപ്പുകളും നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ പഴയ കാലത്ത് നിന്ന് വ്യത്യസ്തമായിട്ട് പുസ്തകങ്ങൾ ലഭ്യമല്ലാത്ത പുസ്തകങ്ങൾ കൂടി നമുക്ക് ഇന്ന് ലഭ്യമാണ്. അതോടൊപ്പം തന്നെ ഇതുപോലുള്ള വെബ്സൈറ്റുകളുടെയും ഫേസ്ബുക്ക് ഗ്രൂപ്പുകളുടെ ഒക്കെ സഹായത്തോടു കൂടി തുമ്പി പഠനം കുറച്ചും കൂടി എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പൊ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ ഉപകാരപ്രദമായിട്ടുണ്ടായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. തുമ്പികളെ നിരീക്ഷിക്കുന്നതിന് വേണ്ടി നമുക്ക് പുറത്തിറങ്ങാം. അതോടൊപ്പം തന്നെ ചില പോസ്റ്റൽ സ്റ്റാമ്പുകൾ, കുറച്ച് ഒരു കാര്യം കൂടി പറഞ്ഞു നിർത്താം. പോസ്റ്റൽ സ്റ്റാമ്പുകൾ, തുമ്പുകളെ പറ്റിയുള്ള പോസ്റ്റൽ സ്റ്റാമ്പുകൾ, അതിൽ ചിത്രങ്ങൾ, സ്കൾപ്ചേഴ്സ്, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ. നെക്സ്റ്റ്, പരസ്യത്തിന് വേണ്ടി ധാരാളം ചിത്രശലഭങ്ങൾ, തുമ്പികളുടെ ചിത്രങ്ങൾ ഉപയോഗിക്കാറുണ്ട്. ഇതുപോലെ ബസ്സിനെയൊക്കെ, ടൂറിസ്റ്റ് ബസ്സിനും, അതുപോലെ ടെമ്പോ വാനിനും, അതുപോലെ ഈ ആഭരണങ്ങൾ വിൽക്കുന്ന ജ്വല്ലറിക്കാരൊക്കെ ഇത്തരം തുമ്പികളുടെ ചിത്രങ്ങൾ ധാരാളമായിട്ട് ഉപയോഗിച്ചു വരുന്നുണ്ട്. നെക്സ്റ്റ്, അതുപോലെ ഡ്രാഗൺ ഫ്ലൈസിനെ കുറിച്ചുള്ള ഒരുപാട് പെയിന്റിങ്ങുകളും സ്കൾപ്ചേഴ്സും നമ്മൾ പല സ്ഥലത്തും എക്സിബിറ്റ് ചെയ്തതായിട്ട് കാണാം. നെക്സ്റ്റ്, ഇത് നമ്മുടെ ഒഡോണേറ്റ് സൊസൈറ്റി തിരുവനന്തപുരത്ത് നടത്തിയ ചിത്ര രചന ക്യാമ്പിൽ ഒരുപാട് ചിത്രങ്ങൾ ഉണ്ടായിരുന്നു തുമ്പികളെ കുറിച്ചുള്ള. അതിലൊരു ചിത്രമാണിത്. നെക്സ്റ്റ്, ലോഹച്ചിറകുള്ള ഭാവനകൾ, തുമ്പികളെ കുറിച്ചുള്ള, തുമ്പികൾ ഇതായിട്ടുള്ള തുമ്പികൾ കഥാപാത്രമായിട്ടുള്ള ഒരുപാട് കഥകളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ നെക്സ്റ്റ്, തുമ്പികളെ പറ്റിയുള്ള ഒരുപാട് വിശ്വാസമുണ്ട്. മരിച്ചുപോയവരുടെ ആത്മാവുകളാണ് തുമ്പികളായി പുനർജനിക്കുന്നത് എന്നൊരു വിശ്വാസമുണ്ട്. അതാണ് മയ്യഴിപ്പുഴ, എമ്മുകുന്നന്റെ മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ പറയുന്നത്. ഒരു ഇംഗ്ലീഷ് വേർഷനിൽ കവർ ചിത്രമാണിത്. നോവൽ അവസാനിക്കുന്നത്, അതായത് ആ മാഹിയിലുള്ള ഒരു വിശ്വാസം, മാഹി പെരുന്നാളിന്റെ കാലത്ത് ധാരാളം തുമ്പികൾ, ഓണത്തുമ്പികൾ എന്ന് പറയുന്ന നമ്മുടെ തുലാത്തുമ്പികൾ അവിടെ എത്തുന്ന, അവരതിന് ഓണത്തുമ്പി എന്നാണ് പറയുന്നത്. അതൊക്കെ മരിച്ചുപോയവരുടെ ആത്മാവുകളാണെന്ന് ആണ് മാഹിക്കാർ പൊതുവെ പല രാജ്യക്കാരും വിശ്വസിക്കുന്നത്. അതോടൊപ്പം മാഹിയിലുള്ള അങ്ങനെയുള്ള ഒരു വിശ്വാസം കൂടിയുണ്ട്. അതാണ് എമ്മുകുന്ദൻ ഈ ഒരു പുസ്തകത്തിൽ പരാമർശിച്ചിരിക്കുന്നത്. അപ്പൊ അതില് ഈ പുസ്തകത്തിൽ മയ്യഴിപ്പുഴയുടെ തീരങ്ങളിലുള്ള പ്രധാന കഥാപാത്രം ദാസൻ എന്ന കഥാപാത്രം അവസാനം വെള്ളിയാങ്കല്ലിലെ ഒരു തുമ്പിയായി മാറുകയാണ് ചെയ്തത്. അതിന്റെ നോവൽ അവസാനിക്കുന്നത് ഇങ്ങനെയാണ്: അങ്ങനെ വലിയൊരു കണ്ണുനീർ തുള്ളി പോലെ വെള്ളിയാങ്കല്ല് കാണാമായിരുന്നു. ആ വെള്ളിയാങ്കല്ലിൽ ആത്മാവുകൾ തുമ്പികളായി പാറി നടക്കുന്നുണ്ടായിരുന്നു. അതിലൊന്ന് ദാസനായിരുന്നു എന്നാണ് നോവൽ അവസാനിക്കുന്നത്. നെക്സ്റ്റ്, ഇപ്പോ ഞാനും ഇതുപോലെ വെള്ളിയാങ്കലിലേക്ക് ഒരു പ്രാവശ്യം ഫിഷറീസിന്റെ ഒരു ബോട്ടിൽ യാത്ര ചെയ്യാനുള്ള ഒരു അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് വെള്ളിയാങ്കലിൽ പോയ സമയത്ത് അവിടെ തുമ്പികളെ കാണാൻ പറ്റിയില്ല. ചില ചിത്രശലഭങ്ങളൊക്കെ അവിടെ ആ സമയത്ത് പകൽ സമയത്ത് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ഈ തുമ്പി നിരീക്ഷണം വളരെ കാര്യമായ ഒന്നായിട്ട് കൊണ്ടു നടക്കാം. ഒരുപാട് തുമ്പികളെ നിങ്ങൾ നിരീക്ഷിക്കുക. അതിനെ നേരത്തെ പറഞ്ഞതുപോലെ, സ്നേഹ ടീച്ചർ പറഞ്ഞ പോലെ അതിനായിട്ട് പോസ്റ്റ് ചെയ്യാൻ പറ്റുന്നവർ പോസ്റ്റ് ചെയ്യാം. ഇതൊരു ചാലഞ്ചായിട്ട് ഏറ്റെടുക്കുകയും തുമ്പി പഠനം കുറച്ചും കൂടി കൂടുതൽ ആയിട്ട് ജനകീയമായ രീതിയിലേക്ക്, കൂടുതൽ സിറ്റിസൺ സയന്റിസ്റ്റുകളെ സൃഷ്ടിക്കുന്ന രീതിയിലേക്ക് നമുക്ക് മാറ്റിയെടുക്കുകയും വേണ്ടതുണ്ട്. അപ്പോൾ ഈ ക്ലാസ് കേട്ട എല്ലാവർക്കും സ്നേഹത്തിന്റെ ഭാഷയിൽ നന്ദി പറയും. മാഷെ, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാൻ സമയം കൊടുക്കുന്നുണ്ടോ? എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ചാറ്റ് ബോക്സിൽ ഇടുക.
അപ്പോൾ നേരത്തെ നമ്മുടെ സ്നേഹ ടീച്ചർ പറഞ്ഞതുപോലെ കുട്ടികൾ ഈ വെബിനാറിൽ നമ്മൾ നേരത്തെ രജിസ്റ്റർ ചെയ്യാത്ത കുട്ടികൾ കൂടി കേൾക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ രക്ഷിതാക്കൾ കേൾക്കുന്ന അവരുടെ കുട്ടികളെ കൂടി നേരത്തെ പറഞ്ഞ നമ്മുടെ ഓഡോണൈറ്റ് ചാലഞ്ചിലേക്ക് ചേർക്കുക. അതിനുള്ള ഫോമുകളൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോ എല്ലാവരും തുമ്പികളെ നിരീക്ഷിക്കുക, നല്ല നല്ല ഫോട്ടോസ് എടുക്കുക, എന്നിട്ട് ടീച്ചർ ഒരു ചോദ്യം വന്നിട്ടുണ്ട്. ഓക്കെ, പറയൂ. മുട്ട വിരിഞ്ഞ് തുമ്പിയാകാൻ അവ എത്ര സമയം എടുക്കും എന്നാണ് പിന്നെ അശുഘോഷാണ് ചോദിച്ചിട്ടുള്ളത് നമ്മുടെ. മുട്ട വിരിഞ്ഞ് തുമ്പികളാകാൻ എത്ര സമയം എടുക്കുന്ന ഓരോ സ്പീഷീസിനെയും ഡിപ്പെൻഡ് ചെയ്തിട്ട് ആയിരിക്കും എന്നാണ് പറയുന്നത്. അതിലുള്ള പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത്, അത് സംബന്ധിച്ച ഗവേഷണങ്ങൾ അല്ലെങ്കിൽ പഠന പ്രവർത്തനങ്ങൾ വളരെ കുറവ് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ നമ്മളെ ലാർവകളെ, ഓരോ വിവിധ ഇനം ലാർവകളെയും നമുക്ക് അല്ലെങ്കിൽ അതിന്റെ ഒരു ലൈഫ് സൈക്കിൾ പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു ഗ്രൂപ്പാണ്. ചിത്രശലഭങ്ങൾ ആണെങ്കിൽ നമുക്ക് എളുപ്പമായിരിക്കും. ഇപ്പൊ സാധാരണ ഈ പുല്ലുകൾക്കിടയിലോ അല്ലെങ്കിൽ ഈ ഒക്കെയുള്ള ഇത് മുട്ടകൾ കുറെ ദിവസങ്ങൾക്ക് ശേഷമാണ് വിരിയുന്നതെന്നാണ് പറയുന്നത്. ചിലത് മാസങ്ങൾക്ക് ശേഷമാണ് ലാർവകളായി പുറത്തു വരുന്നതെന്നും പറയുന്നുണ്ട്. അപ്പൊ അതിനെപ്പറ്റിയുള്ള കൂടുതൽ പഠനങ്ങൾ ആവശ്യമാണ്. നമ്മുടെ ചാലഞ്ചിലൂടെ വരുന്ന കുട്ടികൾ ആ മേഖലയിലേക്കൊക്കെ എത്തട്ടെ അല്ലേ വിസി? അതെ. കാരണം നമ്മള് മുതിർന്ന ആളുകൾക്ക് ഒക്കെ പ്രത്യേകിച്ച് ഈ തുമ്പിയുടെ ലൈഫ് സൈക്കിൾ പഠനത്തിന് വലിയ പരിമിതിയുണ്ട്. കാരണം ഞാൻ തന്നെ മുമ്പ് കുറച്ച് കാര്യങ്ങൾ ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഈ ഫിഷ് ടാങ്കിൽ ഇതിന്റെ ലാർവകളെ എടുത്തു വെച്ച് അതിന്റെ കൊതുകിന്റെ കൂത്താടികളൊക്കെ ഇട്ട് കൊടുത്ത് കുറെ ദിവസം, ഒരു 2-3 ആഴ്ചയോളം അത് ജീവിച്ചിരുന്നു. പക്ഷെ പിന്നീട് വെള്ളത്തിന്റെ ചിലപ്പോൾ അങ്ങനെ എനിക്കൊന്ന് വളരെ സെൻസിറ്റീവ് ആയതുകൊണ്ട് വെള്ളത്തിന്റെ pH-ലൊക്കെ വളരെ നേർത്ത ഒരു മാറ്റം ഉണ്ടെങ്കിൽ, അല്ലെ വെള്ളത്തിന്റെ മറ്റ് ഉപ്പിന്റെ ഒക്കെ അംശത്തിൽ ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിന്റെ മൊത്തം ടെമ്പറേച്ചറിലൊക്കെ ചെറിയ മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ അത് ചത്തുപോകുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഈ തുമ്പികളുടെ ലൈഫ് സൈക്കിൾ സ്റ്റഡിക്ക് വളരെ പരിമിതി ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ലാബുകളിലൊക്കെ അല്ല വളരെ സജ്ജീകരണത്തോടു കൂടി മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിട്ടാണ് പറയപ്പെടുന്നത്. പക്ഷെ തുമ്പികൾക്ക് എത്ര കണ്ണുണ്ട് എന്ന് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ ആണിനെയും പെണ്ണിനെയും എങ്ങനെ തിരിച്ചറിയാന്ന് ആര്യ ചോദിച്ചിട്ടുണ്ട്. ആണിനെയും പെണ്ണിനെയും തിരിച്ചറിയാൻ വേണ്ടി അതിന്റെ ഈ ഉദരഭാഗത്ത് ഉദരത്തിന്റെ അറ്റത്തുള്ള ചില വ്യത്യാസങ്ങൾ കാണാം. ഞാൻ അതിന്റെ സ്ലൈഡിൽ അത് ഉൾപ്പെടുത്താതിരുന്നതാണ്, കാരണം അത് കുറച്ച് അധികം സാങ്കേതിക ഇത് ഉണ്ട്. സാധാരണ രീതിയിൽ നമുക്ക് കാഴ്ചയിൽ ഒറ്റ നോട്ടത്തിൽ തന്നെ ഇതിന്റെ വാലിന്റെ അറ്റം അഗ്രഭാഗം നോക്കിക്കഴിഞ്ഞാൽ ആണും പെണ്ണിനെയും തിരിച്ചറിയാൻ പറ്റും. അതിന്റെ ചിത്രങ്ങൾ ഞാൻ നേരത്തെ ഉൾപ്പെടുത്താൻ വിട്ടുപോയതായിരുന്നു. പിന്നെ കൂടാതെ വളരെ സാധാരണമായി കാണുന്ന ഇതൊക്കെ നിറത്തിന്റെ വ്യത്യാസമുണ്ട്. അതാണ് സെക്ഷൽ ഡൈമോർഫിസം എന്ന് പറയുന്നത്. ആണിനെയും പെണ്ണിനെയും തിരിച്ചറിയാൻ നിറം കൊണ്ട് തന്നെ പറ്റും. പക്ഷെ ചിലപ്പോഴൊക്കെ ചില ടെനറൽ ഫോം അല്ലെങ്കിൽ പ്രായപൂർത്തിയാകാത്ത തുമ്പികൾ ചിലപ്പോൾ പെൺതുമ്പിയോട് സാദൃശ്യം ഉണ്ടാകും, അല്ലെങ്കിൽ നിറവ്യത്യാസം ഭയങ്കരമായിട്ടുണ്ടാകും. അപ്പോൾ അത് തിരിച്ചറിയൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതിന്റെ ഈ ആനൽ അപ്പൻഡേജസ് എന്ന് പറയും, വാലിന്റെ അല്ലെങ്കിൽ ഉദരത്തിന്റെ അഗ്രഭാഗത്തുള്ള ചില കാര്യങ്ങളാണ് ആണിനെയും പെണ്ണിനെയും തിരിച്ചറിയാൻ വേണ്ടി സഹായിക്കുന്നത്. തുമ്പികൾക്ക് എത്ര കണ്ണുണ്ട് ചോദിക്കുന്നുണ്ട്. തുമ്പികൾക്ക് പൊതുവെ 100 കണക്കിന് കണ്ണുകൾ എന്നാണ് പറയുന്നത്. കൃത്യമായിട്ട് അതിനെപ്പറ്റി എനിക്ക് കൃത്യമായിട്ട് ഇപ്പോഴും ഞാൻ അധികം റെഫർ ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് തന്നെ കണ്ടുപിടിക്കാം. കുറെ തുമ്പികളുടെ കുറെ ഡീറ്റെയിൽസ് പല വെബ്സൈറ്റിലൊക്കെ ഉണ്ട്. തുമ്പികൾക്ക് തണുപ്പിൽ ജീവിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. തണുപ്പിൽ ജീവിക്കുന്ന തുമ്പികൾ ഉണ്ടാകുമായിരിക്കും, അതിനെപ്പറ്റി കൃത്യമായിട്ട് അറിയില്ല. പക്ഷെ ഏതായാലും മറ്റ് എല്ലാ ജീവജാലങ്ങളും പോലെ തന്നെ
പൊതുവെ ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലാണ് മനുഷ്യനെ പോലെ തന്നെ കൂടുതൽ തുമ്പികൾക്കും നിലനിൽക്കാൻ പറ്റിയ സാഹചര്യം ഉണ്ടെന്നാണ് തോന്നുന്നത്. ആ മാഷെ അത്രയൊക്കെ ഡൗട്ട് കാണുന്നുള്ളൂ. പിന്നെ എത്ര ആയുസ് ഉണ്ട് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. എത്ര കാലം ജീവിച്ചിരിക്കും അഡൽട്ട് ആയിട്ടുള്ള തുമ്പി എന്നൊക്കെ. അതെനിക്ക് തോന്നുന്നത് പൊതുവെ പഠനങ്ങളിൽ പറയുന്നത് പല തുമ്പികളായി കഴിഞ്ഞതിന് ശേഷം പൊതുവെ അത് എത്ര ദിവസം ജീവിക്കുമെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. എന്തായാലും കുറച്ച് ദിവസം ഉണ്ടാകും. പക്ഷെ അതിനു മുമ്പ് തന്നെ ചില തുമ്പികളൊക്കെ കുറെ വർഷങ്ങളോളം അല്ലെങ്കിൽ കുറെ മാസങ്ങളോളം ലാർവൽ സ്റ്റേജിൽ ആയിരിക്കുമെന്നും പറയുന്നുണ്ട്. അപ്പൊ മൊത്തം അതിന്റെ ആയുസ് എടുക്കുന്ന സമയത്ത് ഏതായാലും എനിക്കൊന്നും ഒരു 5-6 മാസം മുതൽ വർഷങ്ങൾ വരെ ഉണ്ടായിരിക്കും എന്നാണ് പൊതുവെ കരുതുന്നത്. ഓക്കെ മാഷെ, അത്രേ ഉള്ളൂ സംശയങ്ങൾ. അങ്ങനെയാണ് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാൻ തോന്നുന്നു. അതെ. ബാക്കി നമ്മുടെ ചാലഞ്ച് തുടങ്ങി കഴിഞ്ഞാൽ കൂടുതൽ സംശയങ്ങളും മറ്റും നമുക്ക് അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാം. ഓക്കെ. അപ്പൊ ഇന്ന് ക്ലാസ്സിൽ പങ്കെടുത്ത എല്ലാവർക്കും OKBC കമ്മ്യൂണിറ്റിയുടെ പേരിൽ നന്ദി അറിയിക്കും. ഗുഡ് നൈറ്റ്. എല്ലാവർക്കും ശുഭരാത്രി നേരുന്നു. ഗുഡ് നൈറ്റ്. സുന്ദര സ്വപ്നങ്ങളും.